സ്പ്രിംഗ്ലർ ഇടപാടിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പറയാനോ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ തയ്യാറല്ലെന്ന് ഹൈക്കോടതി. അസാധാരണമായ സാഹചര്യത്തിൽ വിവരശേഖരണം അത്യാവശ്യമായിരുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുന്നു. കരാറാണോ വ്യക്തി വിവരങ്ങളുടെ സുരക്ഷയാണോ പ്രശ്നമെന്ന് ചെന്നിത്തലയോട് കോടതിയുടെ ചോദ്യവും ഉണ്ടായിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ചേരുന്നു. മനു, കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി വരികയാണ്. അതായത് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കേരളം സ്വീകരിച്ച നടപടികളിലൊന്നും കോടതിക്ക് സംശയമില്ല. പക്ഷേ സ്പ്രിംഗ്ലറിൽ ചില ആശങ്കകൾ കോടതിക്കുള്ളതായി നമുക്ക് മനസ്സിലാകുന്നു ചില പ്രതികരണങ്ങളിൽ നിന്ന്. ആദ്യം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ കടക്കാം. മനു. ആനന്ദ് പറഞ്ഞതുപോലെ കോവിഡ്-19 നേരിടാൻ സർക്കാർ നടത്തിയ ഒരു ശ്രമങ്ങളിലും ഒന്നിലും കോടതിക്ക് ആശങ്കയില്ല. ആ പോരാട്ടങ്ങളോടൊപ്പം കോടതിയുണ്ട് എന്ന് കോടതി ഉറപ്പിച്ചു പറയുന്നു. ഒപ്പം തന്നെ സ്പ്രിംഗ്ലർ കരാറിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സർക്കാരിനെതിരെ പറയാനോ കോടതി ഇല്ല എന്നും പറയുന്നു. പക്ഷേ വ്യക്തികളുടെ ഡാറ്റ, അവരുടെ വിവരങ്ങളുടെ സുരക്ഷയിൽ കോടതിക്ക് ആശങ്കയുണ്ട് എന്നും ഈ ഒരു സാഹചര്യത്തിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തികളോട് പറയാതെ ഡാറ്റ മൂന്നാം കക്ഷിക്ക് കൈമാറിയത് ശരിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ജസ്റ്റിസ് ദേവൻ ചോദിക്കുന്നുണ്ട്. ഡാറ്റയിൽ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കോടതി നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ നിരവധി ഇത്തരത്തിൽ സൈബർ നിയമവുമായി ബന്ധപ്പെട്ട ഒരു വിദഗ്ധ അഡ്വക്കേറ്റ് കൂടിയായ നാപ്പിനായി അവരെ സർക്കാർ ഈ സംശയങ്ങൾ ദൂരീകരിക്കാനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിരവധി കാര്യങ്ങൾ പറയുകയുണ്ടായി. കരാറുമായി ബന്ധപ്പെട്ട് ഈ ഡാറ്റ എങ്ങനെ ഉപയോഗിക്കണം, ഇത് എങ്ങനെ ശേഖരിക്കുന്നു, എന്താണ് ഈ കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം വളരെ വ്യക്തമായിട്ട് ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നാപ്പിനായി കോടതിയിൽ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് അസാധാരണമായ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അത് കൃത്യമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്ന് അവർ പറഞ്ഞു. മാത്രമല്ല കോടതി തന്നെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ഡാറ്റ ശേഖരിക്കാൻ നിർബന്ധിക്കുന്നതായി ഇതുവരെ ആരും പരാതിപ്പെടുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല എന്നും കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അങ്ങനെ ഈ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് കോടതി പറയുമ്പോൾ തന്നെ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച കണ്ടെത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം തന്നെയാണ്. അപ്പോൾ അത് ഒരു മൂന്നാം കക്ഷിക്ക് കൈമാറിയത് ശരിയോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു മൂന്നാം കക്ഷിക്ക് കൈമാറിയത് കൃത്യമായ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ഈ കരാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ആ എഗ്രിമെൻ്റ് പ്രകാരം ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാരിനാണെന്നും 6 മാസത്തിനപ്പുറത്തേക്ക് ഇതിൽ യാതൊരുവിധ, അതായത് 6 മാസത്തിന് ശേഷം ഈ ഡാറ്റകളെല്ലാം അത് സർക്കാരിൻ്റെ മാത്രമായിരിക്കുമെന്നും കൃത്യമായി കരാറിൽ പറയുന്നുണ്ട് എന്ന് ഇവർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെക്കുറിച്ച് മാത്രമല്ല, ഇത് ഇന്ത്യയിലെ AWS സെർവറുകളിലായിരിക്കും ഈ വിവരങ്ങൾ സൂക്ഷിക്കുക എന്നും കോടതി സർക്കാരും വ്യക്തമാക്കി. ഒപ്പം തന്നെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സർക്കാർ കൊണ്ടുവന്ന നാപ്പിനായി എന്ന സൈബർ ലോ വിദഗ്ധ, അവർ നിരവധി സൈബർ വിഷയങ്ങളിൽ സുപ്രീം കോടതിയിലടക്കം ഹാജരായിട്ടുള്ള സൈബർ ലോ വിദഗ്ധ കൂടിയാണ്. അത്തരത്തിൽ ഒരു കൃത്യമായ പ്രൈവസി പോളിസി ഉണ്ടെന്ന് സർക്കാർ പറയുകയുണ്ടായി. ഇവിടെ കോടതി ഒരു ആശങ്ക ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ലോ സെക്രട്ടറി, ഇത്തരത്തിൽ നിരവധി നിയമപ്രശ്നങ്ങളുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ലോ സെക്രട്ടറി അടക്കമുള്ളവരെ സമീപിക്കാതെ അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ നേരിട്ട് കരാറിലേക്ക് പോയിരിക്കുന്നത്? ഒപ്പം തന്നെ ന്യൂയോർക്കിലെ കോടതി അധികാര പരിധിയായി വരുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സർക്കാർ പറഞ്ഞു, കരാർ ലംഘനം ഉണ്ടായാൽ അതിൽ ഇന്ത്യൻ കോടതിയെയും സമീപിക്കാം. ഇന്ത്യയുടെ IT നിയമം അനുസരിച്ച് തന്നെയാണ് ഈ കരാർ പോയിരിക്കുന്നത് എന്നും പറയുകയുണ്ടായി. പിന്നെ മറ്റു ചില കാര്യങ്ങൾ, അതായത് ഈ നാപ്പിനിയ എന്ന് പറയുന്ന അവർ പറയുന്നു, ലോക ആരോഗ്യ സംഘടനയ്ക്ക് വരെ വിവരങ്ങൾ കൈമാറുന്ന ഒരു സ്ഥാപനം കൂടിയാണ് അതായത് ഈ സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത്. അത് അവരുടെ സിമിലർ ഡാഷ്ബോർഡ് സർവീസ് ടു WHO. പക്ഷേ അതിൽ കോടതി അത് നിരസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജസ്റ്റിസ് ദേവൻ ഡിസഗ്രീസ് വിത്ത് ദാറ്റ്. വി ആർ അവെയർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാഷ്ബോർഡ് സർവീസ് ആൻഡ് SAS. അത് കൃത്യമായി അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ഡാഷ്ബോർഡ് സേവനം അത് ചെറിയ നിലയിലുള്ളതാണ്, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ മുമ്പിലുള്ള വിഷയം അതല്ല. ഇത്രയും അധികം ആളുകളുടെ, അതായത് ഒരു 5 ലക്ഷം, കോടതി ഒരു ചോദ്യം ചോദിച്ചു, 5 ലക്ഷം ആളുകളുടെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു വലിയ ഡാറ്റയാണോ എന്ന് കോടതി ഈ നിയമവിദഗ്ധയോട് ചോദിച്ചു. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞു, അതായത് 5 ലക്ഷം ആളുകളുടെ ഡാറ്റ എന്ന് പറയുന്നത് ബിഗ് ഡാറ്റയാണോ എന്ന ചോദ്യം ആ ഡാറ്റയെ ഉന്നയിക്കുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇവിടെ സംസ്ഥാന സർക്കാർ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഈ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉന്നയിക്കപ്പെടുന്നത്, അവരുടെ യാത്രാപഥങ്ങളടക്കമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ
ഇത് എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു ആരുടെയും അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല എന്നും അവർ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ട് ആനന്ദ്. അവിടെ പ്രധാനമായും ഈ വ്യക്തികളുടെ വിവരങ്ങൾ അവരോട് പറയാതെ, അതായത് ഇത് സർക്കാരിലേക്കാണ് എന്ന രീതിയിൽ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നു, എന്നിട്ട് അത് സ്പ്രിംഗ്ലർ എന്ന മൂന്നാം കക്ഷി നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ കക്ഷി നിയന്ത്രിക്കുന്ന സെർവറിലേക്കാണ് പോകുന്നത്. അത് ശരിയാണോ എന്ന് കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെയാണ് കോടതി പറഞ്ഞത് ഈ COVID-19 തടയാൻ സർക്കാർ സ്വീകരിച്ച എല്ലാ നടപടികളോടും ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു, ഞങ്ങൾ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നു, സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒന്നും ഞങ്ങളില്ല. പക്ഷേ ഈ മനുഷ്യരുടെ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ ഡാറ്റ സംരക്ഷണത്തിൽ അതിൻ്റെ സുരക്ഷയിൽ കോടതിക്ക് ആശങ്കയുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കില്ലാത്ത വിധം കോടതി പറയുകയുണ്ടായി. ഇന്ന് വരെ കരാർ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് കോടതി മറ്റൊരു ചോദ്യം ചോദിച്ചു. അവിടെയും കൃത്യമായ ഉത്തരവുണ്ട്. അതായത് ഈ കരാറിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലെ സെർവറിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഇന്ത്യൻ IT നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇതിലൊരു കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഇത്തരത്തിലൊരു കരാർ ലംഘനം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇൻ കേസ് ഉണ്ടായാൽ അതിന് ഇന്ത്യൻ കോടതിയുടെ തന്നെ നിയമപരിധിയിൽ വരുന്ന കാര്യമാണ് എന്നും സർക്കാർ വ്യക്തമാക്കുകയുണ്ടായി. ആനന്ദ്, മനു, തീർച്ചയായും ഇത് നമ്മൾ ഒരുപക്ഷെ പ്രഥമ ദൃഷ്ടിയാൽ കാണുന്നതിനും അപ്പുറത്തേക്ക് സങ്കീർണമാണ് ഈ വിഷയം. കാരണം ഇതിൽ സൈബർ നിയമവുമായി ബന്ധപ്പെട്ട നൂലാമാലകൾ ഒരുപാടുണ്ട്. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇതിൽ ഒരു വിഷയമാണ് ജസ്റ്റിസ് ദേവൻ ആശങ്കയായി ഉന്നയിക്കുന്നത്. ജനങ്ങളുടെ സമ്മതമില്ലാതെ അവരുടെ ഡേറ്റ മൂന്നാമതൊരു കക്ഷിക്ക് കൊടുക്കുന്നത് ശരിയോ എന്നാണ്. ഇതിൽ മനു തന്നെ സൂചിപ്പിച്ച സൈബർ വിദഗ്ധ കൂടിയായ അഭിഭാഷക കോടതിയിൽ പറയുന്നത് സർക്കാരിന് ഈ ഡേറ്റയുടെ മേൽ പൂർണ്ണ അധികാരമുണ്ടെങ്കിൽ ഒരു പ്രശ്നവും അക്കാര്യത്തിലില്ല എന്നാണ്. ഇതൊരു വ്യക്തമായ മറുപടിയായി കോടതിക്ക് പരിഗണിക്കാൻ കഴിയുന്ന നിലപാടാണോ മനു? മറ്റേ നേരൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടാകുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കേന്ദ്ര സർക്കാരിൻ്റെ സത്യവാങ്മൂലം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ വിവരങ്ങൾ സംരക്ഷിക്കാൻ ഉള്ള IT സംവിധാനം കേന്ദ്ര സർക്കാരിനുണ്ട്, ആരോഗ്യ സേതു ആപ്പ് അതിനൊരു ഉദാഹരണമാണ് എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ജസ്റ്റിസ് ദേവൻ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. വൈ ഈസ് ദാറ്റ് യു ചൂസ് എ തേർഡ് പാർട്ടി in foreign and not the agencies of state or center? We are asking this on the basis of center that it can offer the same data analytical tool. Justice Devan asked. അതായത് ഇന്നലെ അവർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സേവനം തേടാതിരുന്നത്? കേരള സർക്കാരിൻ്റെ IT വിഭാഗത്തിന് അതിനുള്ള സംവിധാനമില്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ അതിന് മറുപടിയായി നാപ്പിനായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇറ്റ് വുഡ് നോട്ട് ബി ആൻ ഇഷ്യൂ ഇഫ് ഇറ്റ് ഈസ് ഫിസിബിൾ ഇമീഡിയറ്റ്ലി. നാപ്പിനായി സബ്മിറ്റ്സ് ഫോർ കേരള ഗവൺമെൻറ്. ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിംഗ് ഇറ്റ് ഈസ് നോട്ട് ഫിസിബിൾ ഇമീഡിയറ്റ്ലി, ഷീ ആഡ്സ്. അതായത് ഇത് വളരെ വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ സമയത്തിൻ്റെ ഒക്കെ സാങ്കേതിക പ്രശ്നങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ വേഗത്തിൽ നടക്കുന്ന കാര്യമല്ല എന്ന് ഈ IT സൈബർ ലോയുമായി ബന്ധപ്പെട്ട വിദഗ്ധ അവിടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആനന്ദ്. അതായത് കേന്ദ്ര സർക്കാരിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ നമുക്ക് ഇവിടെ എന്ന് പറയുന്നത് ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് ആണ് വേണ്ടത്. അവിടെ സർക്കാർ സംവിധാനങ്ങളുടെ എഴുത്തുകുത്തുകൾക്കും നൂലാമാലകൾക്കും സമയമില്ല. വളരെ വേഗത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ഈ സൈബർ ലോ വിദഗ്ധയും അവിടെ സർക്കാരിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇതൊരു പിന്നെ ഒരു ചോദ്യം കൂടെ കോടതി ചോദിക്കുന്നു. അതും ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. വൈ ഡിഡ് യു നോട്ട് ഹാവ് എനി ഡിസ്കഷൻ വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ എനി അതർ ഇൻ ഹൗസ് കമ്പനീസ് വിതിൻ ഇന്ത്യ? വൈ ഇസ് ദാറ്റ് യു സഡൻലി പൗൺസ്ഡ് അപ്പോൺ എ സ്പ്രിംഗ്ലർ? വി ആർ നോട്ട് ഫൈൻഡിങ് ഫോൾട്ട്, വി വാണ്ട് ടു നോ. ജസ്റ്റിസ് ദേവൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടും കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്, വി ആർ നോട്ട് ഫൈൻഡിങ് ഫോൾട്ട്. അതായത് ഞങ്ങൾ അതിൽ കുറ്റം കാണുന്നില്ല, വി വാണ്ട് ടു നോ. പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. അതായത് എന്തുകൊണ്ട് ഇന്ത്യയിലുള്ള മറ്റ് കമ്പനികളുമായി നിങ്ങൾ ചർച്ച നടത്തിയിരുന്നോ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ അതിൻ്റെ സാധ്യതകൾ തേടിയിരുന്നോ? വളരെ വേഗത്തിൽ ഈ സ്പ്രിംഗ്ലറിലേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കോടതി പറയുന്നു, അതിൽ ഞങ്ങൾ കുറ്റം കാണുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അറിയണമെന്നും കോടതി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആനന്ദ്, അതായത് മനു, ഇവിടെ അഡ്വക്കേറ്റ് നാപ്പിനായി പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ആഴത്തിലുള്ള സൈബർ നിയമവുമായി കൂടി ബന്ധപ്പെടുത്തിയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് മനു ഇവിടെ മനു തന്നെ നേരത്തെ പറഞ്ഞതാണ്, ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചോദ്യമായി കോടതിയിൽ നിന്ന്
വരിക? കേന്ദ്രത്തിൻ്റെ ഈ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്നത് നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യമാണ്. ആ ചോദ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ കോടതി അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്ത് ഉള്ള ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഏതെങ്കിലും സിസ്റ്റവുമായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ, ബന്ധപ്പെട്ടിട്ടുണ്ടോ, സമീപിച്ചിട്ടുണ്ടോ? അതറിയണം. ഇതിലൊന്നും ഈ പറഞ്ഞ സ്പ്രിംഗ്ലറുമായി സമീപിച്ച അടിയന്തര സാഹചര്യത്തിനെ കുറിച്ച് ഒന്നും കോടതിക്ക് ഒരു തെറ്റും കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ ഇതിൻ്റെ വസ്തുതകൾ അറിയണമെന്ന് കോടതി പറയുകയാണ്. അവിടെ വീണ്ടും ആ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. അതായത് വ്യക്തികളുടെ വിവരം അവരുടെ സമ്മതമില്ലാതെ മൂന്നാമതൊരു കക്ഷിക്ക് നൽകുന്നത് ശരിയോ എന്ന്. അവിടെ മനു പറയുന്നത് പോലെ, അഡ്വക്കേറ്റ് നാപ്പിനായി പറയുന്നത്, സർക്കാരിന് പൂർണ്ണമായും അതിൽ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ്. അത് നിയമപരമായ ഒരു കൃത്യമായ മറുപടി ആണോ എന്നൊരു ചോദ്യമാണ് നേരത്തെ മനുവിന് മുന്നിൽ വച്ചത്. അവിടെയാണ് മനു ഈ കേന്ദ്രം ഒരു കുറച്ചുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിൽ കുറ്റം കാണുന്നില്ല, പക്ഷേ നമുക്കത് അറിയേണ്ട സാഹചര്യമുണ്ട് എന്ന് കോടതി പറയുന്നു. അതിന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് വേണ്ടി മറുപടി പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ says that the need of the time was to act fast. Additional Advocate General says that in 2018 there was a global conclave and there were deliberations with Springer since then. Justice അങ്ങനെ, അതായത് നമുക്ക് എന്തുകൊണ്ട് ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് സമയമില്ല, വളരെ വേഗത്തിൽ ആക്ട് ചെയ്യേണ്ട സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാത്രമല്ല 2018 ഒരു ഗ്ലോബൽ കോൺക്ലേവ് നടന്നിരുന്നു. അവിടെ there were deliberations with Springer since then. അന്ന് മുതൽ തന്നെ ഈ സ്പ്രിംഗ്ലർ അവിടെയൊക്കെ ഇവരുടെ ഈ മേഖലയിലെ വിവരങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച ഒരു കമ്പനി എന്ന നിലയിൽ ശ്രദ്ധ നേടിയതാണ്. അപ്പോൾ തന്നെ ഇതിനിടയിൽ കയറിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ ചോദിക്കുകയുണ്ടായി, വൈ വെയർ ദ ക്രെഡൻഷ്യൽസ് ഓഫ് സ്പ്രിംഗ്ലർ നോട്ട് ഗിവൺ ഇൻ സ്റ്റേറ്റ്മെന്റ്? ഇതെന്തുകൊണ്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റായി ഇവിടെ തന്നില്ല എന്നും ചോദിച്ചു. കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് ചോദിച്ചു. അതിന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ നൽകുന്ന മറുപടി ഇങ്ങനെയാണ്. AAG replies that additional statement can be furnished on Springler's credentials. Their present statement, the present statement is a preliminary one on the point of urgency of the decision in the light of humanitarian crisis. അതായത് ഇത് വളരെ വേഗത്തിൽ തയ്യാറാക്കിയ ഒരു മറുപടിയാണ്, വിശദീകരണക്കുറിപ്പാണ്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം അറിയാം. എല്ലാ സർക്കാർ ഓഫീസുകളിലും ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഈ ജോലിയെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ ഒരു ഷോർട്ടേജ് ഉണ്ട്, ലൈറ്റ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു മറുപടിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇതൊരു പ്രിലിമിനറി ആയ മറുപടി മാത്രമാണ് എന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ ബോധിപ്പിക്കുകയുണ്ടായി. ആനന്ദ്, ഇതാണ് ഇപ്പോൾ ലാസ്റ്റ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. ആനന്ദ്, അതായത് തീർച്ചയായും കൂടുതൽ സവിസ്തരമായ വാദങ്ങൾ നടക്കുകയാണ്. ഏതായാലും ഈ സ്പ്രിംഗ്ലറിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതിൻ്റെ ഒരു അടിയന്തര സാഹചര്യത്തിനെ കുറിച്ച് കോടതിക്ക് തർക്കമില്ല. കോടതി ഇത് പരിശോധിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ജസ്റ്റിസ് ദേവൻ ഇതിൽ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, വ്യക്തികളുടെ വിവരം അവരുടെ സമ്മതമില്ലാതെ മൂന്നാമതൊരു കക്ഷിക്ക് കൈമാറുന്നത് ശരിയോ എന്ന ചോദ്യമാണ് അദ്ദേഹം പലപ്പോഴും ഇതിൻ്റെ സർക്കാരിന് വേണ്ടി വാദിക്കുന്നവരോട് ഇടപെട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൃത്യമായി അഡ്വക്കേറ്റ് നാപ്പിനായി സൈബർ വിദഗ്ധ കൂടിയാണ്. അവർ കോടതിയിൽ പറയുന്നത് സർക്കാരിന് ഇതിനുമേൽ പൂർണ്ണമായ സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്നാണ്. മാത്രമല്ല, ഒരു കാലതാമസം എടുത്തുകൊണ്ടുള്ള ആക്ഷൻ ആയിരുന്നില്ല സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത്. എത്രയും പെട്ടെന്ന് ഇത്തരം ഒരു അപകടഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉപയോഗിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ സജ്ജമാകണം എന്ന നിലയിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു എന്നാണ്. ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളിലുള്ള അവരുടെ വൈദഗ്ധ്യം സംസ്ഥാന സർക്കാരിന് നേരത്തെ തന്നെ ചില കോൺക്ലേവുകളുമായി ബന്ധപ്പെട്ട് ബോധ്യപ്പെട്ടതാണ്. ഒരു കാര്യം കൂടിയുണ്ട് ആ കോൺക്ലേവുമായി ബന്ധപ്പെട്ട്, അതായത് 2018 നടന്ന ഒരു കോൺക്ലേവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടിയത്. അതുമായി ബന്ധപ്പെട്ട് അപ്പോൾ കോടതി ചോദിച്ചൊരു കാര്യം, are you saying that in that conclave only at Springler was there and no other company? Why this company particularly? Justice Devan asked. അതായത് അവിടെ മറ്റ് കമ്പനികളൊന്നും ഇല്ലായിരുന്നോ ആ കോൺക്ലേവിൽ? എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കമ്പനി മാത്രം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള മറുപടി വന്നത്, AG says he will file additional statement on that. അതിൽ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യാമെന്ന് AG പറയുകയുണ്ടായി. നേരത്തെ തന്നെ അല്പസമയം മുമ്പ് AG പറഞ്ഞിരുന്നു. അതായത് ലൈറ്റ് ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച്, അതുകൊണ്ട് വിശദമായ ഒരു വിശദീകരണ കുറിപ്പ് അതിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ കോടതി ഉന്നയിച്ച സംശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ കുറിപ്പ് പിന്നീട് ഫയൽ ചെയ്യാമെന്നാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ പോലും കോടതി വളരെ പ്രധാനമായും പറഞ്ഞൊരു കാര്യമുണ്ട് ആനന്ദ്. ഈ കാര്യങ്ങൾ ഒരു വശത്ത് ചോദിക്കുമ്പോൾ തന്നെ സർക്കാരിൽ ഞങ്ങൾ കുറ്റം കാണുന്നില്ല എന്ന് കോടതി അടിവരയിട്ട് പറയുന്നു. പക്ഷേ ഈ ചോദ്യങ്ങളൊക്കെ കോടതി ചോദിക്കുന്നത് അത് എന്താണ് എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ്. അത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്നും
കോടതി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആനന്ദ്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി സർക്കാർ പറയുകയുണ്ടായി. അതായത് 6 മാസത്തേക്കാണ് ഈ കരാറിന്റെ കാലാവധി, സെപ്റ്റംബർ 24 വരെ. അതിനുശേഷം പൂർണ്ണമായും ഈ ശേഖരിക്കുന്ന വിവരങ്ങൾ, ഇപ്പോഴും അത് സർക്കാരാണ് അതിന്റെ കസ്റ്റോഡിയൻ എങ്കിൽ പോലും ഈ കരാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും അത് സർക്കാരിലേക്ക് തന്നെ നിക്ഷിപ്തമാകും. അതിന് മറ്റൊരു തേർഡ് പാർട്ടി ഓണർഷിപ്പ് ഉണ്ടാവില്ല എന്ന് സർക്കാർ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും മനുവാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ ഇപ്പോൾ മനു നൽകി നിർത്തിയ ആ വിവരത്തിൽ നിന്നായിരിക്കണം അടുത്ത ഡെവലപ്മെന്റ്സ് കോടതിയിൽ ഉണ്ടാവുക. ഈ ഡേറ്റകൾ ഒരു പക്ഷേ ഇനി മൂന്നാമതൊരു പാർട്ടി ഉപയോഗിക്കാനുള്ള സാധ്യത എന്താണ്, അങ്ങനെ ഇവർ ഉപയോഗിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോടതിയിൽ വരും. കാരണം സവിസ്തരം കോടതി ഇതിൻ്റെ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ചും ചോദിക്കുകയാണ്. പക്ഷേ കൃത്യമായ മറുപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും കോടതി തന്നെ നിരീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളിലൊന്നും ഒരു തെറ്റും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ എന്നും എന്തുകൊണ്ട് സംസ്ഥാന കേന്ദ്ര ഏജൻസികളെ സമീപിച്ചില്ല എന്നുമൊക്കെ തങ്ങൾക്കറിയണം. അത് ജനത്തിൻ്റെ ആവശ്യമാണ്. ആ ഒരു ഉത്തരവാദിത്വം ഹൈക്കോടതിയെ പോലൊരു സമുന്നതമായ നീതിപീഠം നിറവേറ്റണം എന്ന നിലയിലാണ് കോടതി ഇക്കാര്യങ്ങളെ നിരീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ വരാം. സ്പ്രിംഗ്ലർ ഹൈക്കോടതിയിൽ വാദപ്രതിവാദങ്ങൾ സവിസ്തരം തുടരുകയാണ് എന്ന വാർത്താ പ്രാധാന്യമാണ് ഈ മണിക്കൂറിനുള്ളത്. മനു ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. മനു, നമ്മൾ ഇടവേളയിലേക്ക് പോകുമ്പോൾ പറഞ്ഞതിനേക്കാൾ അപ്ഡേഷൻസ് കോടതിയിൽ നടന്നിരിക്കുന്നു. അതായത് ഓരോ മിനിറ്റിലും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആനന്ദ്, അതായത് കോടതി മറ്റു ചില സംശയങ്ങൾ കൂടി സർക്കാരിനോട് ഉന്നയിക്കുകയാണ്. ജസ്റ്റിസ് Devan further asked about early COVID-19 days mentioned in the statement. Can it be taken as March 15? He asked AG അത് ശരിയെന്ന് സമ്മതിക്കുകയും ചെയ്തു. But the agreement was ended only in April 2. There were 17 days. Do you say there was no time in meanwhile for consultation with the law department? Justice Devan asked. Justice T.R. Ravi asked on the omission to the take law department sanction. അതിന് AG മറുപടി പറഞ്ഞത്, അതായത് ഈ 15,000 രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസ് ഓർഡറുകൾ അത് പർച്ചേസ് ചെയ്യാൻ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്നും സാങ്ഷൻ്റെ ആവശ്യമില്ല. ആസ് പെർ റൂൾസ് ഓഫ് ബിസിനസ്, സർക്കാരിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം 15,000 രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസുകൾ അത് വകുപ്പ് സെക്രട്ടറികൾക്ക് ചെയ്യാമെന്ന് ആ മാനുവലിൽ 166 ക്ലോസ് 2-ൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മറ്റ് അനുമതികൾ ആവശ്യമില്ല. പ്രത്യേകിച്ചും ഇവിടെ ഇത് 15,000 രൂപ താഴെ എന്നുള്ളതല്ല, ഈ കരാർ പൂർണ്ണമായും സൗജന്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാങ്ഷൻ്റെയോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ്റെയോ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആനന്ദ്. അതാണിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവസാന ഭാഗമായി കോടതിക്ക് മുന്നിലേക്ക് വന്ന കാര്യം. ഏതായാലും കോടതി നിരവധി സംശയങ്ങൾ ഈ കരാറിൽ ബന്ധപ്പെട്ട് സർക്കാരിനോട് ചോദിക്കുന്നുണ്ട്. ആ സംശയങ്ങളെല്ലാം നേരത്തെ ഹർജി നൽകപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും സുരേന്ദ്രനെ പോലുള്ളവരുടെയും ഒക്കെ ആ ആരോപണങ്ങളിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ അതിൻ്റെ വ്യക്തത കോടതി സർക്കാരിനോട് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മനു, ഈ ഘട്ടത്തിൽ ഈ അടിയന്തര സാഹചര്യം എന്ന വാദം സർക്കാർ വളരെ കൃത്യമായി പ്രാധാന്യത്തോടെ കോടതിക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതായത് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ എന്തുകൊണ്ട് സമീപിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഈ സൈബർ വിദഗ്ധയായ അഡ്വക്കേറ്റ് നാപ്പിനായി പറയുന്നത് അതൊന്നും എത്ര എളുപ്പം നടക്കുന്ന കാര്യങ്ങളല്ല, സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു പക്ഷേ സമീപിച്ചേനെ എന്നൊക്കെയാണ്. ഈ ഒരു അടിയന്തര സാഹചര്യത്തിനെങ്കിലും കോടതിക്ക് സർക്കാരിൻ്റെ വാദമായി മുഖവിലക്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെയുള്ള വാദത്തിൽ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സർക്കാർ പ്രധാനമായും പറയുന്നത് ആനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് ഇതൊരു അടിയന്തരമായ സാഹചര്യമായിരുന്നു, അവിടെ എത്രയും വേഗം നമുക്ക് ആക്ട് ചെയ്യാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കോടതി അടക്കം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ അത്രയധികം മുൻകരുതലുകളും അത്രയും വേഗത്തിൽ നടപടികളും എടുത്തതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ ഒപ്പം കോവിഡ് ബാധിച്ച മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അറിയാവുന്ന കാര്യമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി സർക്കാർ ഈ അവസരത്തിൽ പറയുന്ന സാഹചര്യമുണ്ടായി. അതിൽ കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ കോടതി അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡാറ്റ എന്ന് പറയുന്ന കാര്യം വളരെ പ്രസക്തമായതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷയിൽ കോടതി ചില കൺസേൺ ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുമുണ്ട്. അതിനുള്ള ക്ലാരിഫിക്കേഷൻസ് ആണ് ഈ നാപ്പിനായി എന്ന് പറയുന്ന സൈബർ ലോ വിദഗ്ധ അവർ ഒരു വശത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റു ചില സംശയങ്ങളിലേക്ക് ബെഞ്ച് പോകും. അപ്പോൾ സ്വാഭാവികമായും അത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട്, സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിനോട് ആ കാര്യങ്ങൾ ഉന്നയിക്കും. അപ്പോൾ അതിനുള്ള മറുപടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ നൽകുന്നു. അതാണ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ടത്. ഈ 15,000 രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസ് ഓർഡറിന് ലോ വകുപ്പിൻ്റെയോ മന്ത്രിസഭാ യോഗത്തിൻ്റെയോ ഒന്നും അനുമതി വേണ്ട എന്നുള്ള കാര്യം. ഇത് പൂർണ്ണമായി സൗജന്യമായ കരാറാണ്. ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ആ കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ മറ്റു ചില സംശയങ്ങളിലേക്ക്, ഇപ്പോൾ അതിനുശേഷമുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഇതാണ് ഇപ്പോൾ അവസാനമായി നടന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ വാദം എന്താണെങ്കിലും ഹൈക്കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആനന്ദ്.
മനു, ഏതായാലും നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളുമായി തുടരാനാണ് നിർദ്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള ഓരോ നിമിഷത്തെയും അപ്ഡേഷൻസ് നമുക്ക് പ്രേക്ഷകരുമായി സംവദിക്കേണ്ടതുണ്ട്. മനു സൂചിപ്പിക്കുന്നത് പോലെ ഇതിൻ്റെ A to Z വിവരങ്ങളെ സംബന്ധിക്കുന്ന പരിശോധനകൾ, വാദപ്രതിവാദങ്ങൾ കോടതിയിൽ നടക്കുന്നു. കോടതിയുടെ സൈബർ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ കോടതി തന്നെ ഉന്നയിക്കുന്നുണ്ട്. ജസ്റ്റിസ് ദേവൻ പ്രധാനമായും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിനെല്ലാം സൈബർ വിദഗ്ധ കൂടിയ അഡ്വക്കേറ്റ് പറഞ്ഞോളൂ. ആ ബെഞ്ചിൽ തന്നെയാണ് ജസ്റ്റിസ് രവി അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഈ കരാറിൽ ഒരു ഈ കരാർ മിസ്റ്റേക്ക് ആണെങ്കിൽ നിങ്ങളത് എങ്ങനെ കറക്റ്റ് ചെയ്യും, ഹൗ ഡു യു കറക്റ്റ് ഇറ്റ് എന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ അതിന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ മറുപടി പറഞ്ഞിരിക്കുന്നു, ഇത് കോൺട്രാക്ട് ഈസ് ലൈക്ക് എ പർച്ചേസ് ഓർഡർ ഫോർ എ റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഹാസ് authorization to take decision on purchase order without sanction of law department if cost is less than rupees 15,000. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതായത് ഈ ലോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്നും അനുവാദം കൂടാതെ എഴുതിയ കരാറായതുകൊണ്ട്, അല്ലെങ്കിൽ അവരോട് കൺസൾട്ട് ചെയ്യാതെ എഴുതിയ കരാർ മിസ്റ്റേക്ക് ആണെങ്കിൽ എങ്ങനെ തിരുത്തുമെന്ന് ചോദിച്ചപ്പോഴാണ് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അതിന് റൂൾസ് ഓഫ് ബിസിനസ്സിലെ ക്ലോസുകൾ വെച്ച് മറുപടി പറഞ്ഞിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഇത് തന്നെയാണ്. അതത് വിഭാഗങ്ങളുടെ ഹെഡാണ്, അതിന് ഓതറൈസേഷൻ ഉണ്ട് അവർക്ക്. ഈ പർച്ചേസിംഗ് ഓർഡർ 15,000-ന് താഴെയാണെങ്കിൽ അത് കൊണ്ടുപോകാൻ അവർക്ക് അധികാരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു മിസ്റ്റേക്കായി വരുന്നില്ല, അതൊരു തെറ്റല്ല. അത് റൂൾസ് ഓഫ് ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നടന്നു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് തിരുത്തേണ്ട, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല എന്ന് ബെഞ്ചിന് മുൻപാകെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ പറയുകയുണ്ടായി. അതാണ് നമ്മൾ പുതിയ പോയിന്റിലേക്ക് ഇപ്പോൾ ജസ്റ്റിസ് രവിയാണ് ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ആനന്ദ്. മനു, തീർച്ചയായും ഇതിൽ പ്രേക്ഷകരും അല്ലെങ്കിൽ കേരള സമൂഹം ഒന്നാകെ ഒരു പക്ഷേ ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ശ്രദ്ധിക്കുകയായിരിക്കും ഈ മിനിറ്റുകളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലപാടെടുത്ത, പ്രതിരോധ പ്രവർത്തനങ്ങളെടുത്ത ഒരു സ്റ്റേറ്റാണ് കേരളം. ആ കാര്യത്തിലൊരു തർക്കവുമില്ല. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കോടതി ഇടപെടുമ്പോഴും കോടതി അക്കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കോവിഡ് പ്രതിരോധത്തിൽ കൃത്യമായ നിങ്ങളുടെ ഇടപെടലിന് സംശയങ്ങളില്ല. പക്ഷേ മനു സൂചിപ്പിച്ചതുപോലെ വ്യക്തികളുടെ ഡേറ്റ കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ ആശങ്കകൾ ചെറുതല്ല. അതിൽ തന്നെയാണ് ഒരു പക്ഷേ ഈ പ്രതിപക്ഷ നേതാവും BJPയുടെ സംസ്ഥാന അധ്യക്ഷനും ഈ മാത്യു കുഴൽനാടനും എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വ്യക്തികളുടെ സുരക്ഷ, അല്ലെങ്കിൽ വ്യക്തികളുടെ ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നു, സുരക്ഷാ വീഴ്ച ഉണ്ടാകും എന്ന കാര്യം അവർ ആവർത്തിക്കുകയാണ്. ഒരു പക്ഷേ ഹൈക്കോടതി പോലൊരു പരമോന്നത നീതിപീഠത്തിനകത്ത് അതിനെ വകവയ്ക്കാതെ മുന്നോട്ട് പോകാനും കഴിയില്ല. ജനങ്ങൾ ഇത് വളരെ സശ്രദ്ധം വീക്ഷിക്കുന്നതുകൊണ്ട് മനു, കോടതി നടപടികൾ ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്ന് ആവർത്തിക്കാമോ? തീർച്ചയായും ആനന്ദ്. അതായത് കോടതി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ നടപടികളിലേക്ക് പോകേണ്ടി വരും. അതിൽ ആശങ്കകളില്ല എന്ന് തന്നെ കോടതി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കോടതി പറഞ്ഞത് ഈ ഡാറ്റ ശേഖരണത്തെക്കുറിച്ച് തന്നെയാണ് കോടതി പിന്നീട് സംസാരിച്ചത്. അതായത് അസാധാരണ നടപടിയാണെങ്കിൽ പോലും പൗരൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാർ എടുത്ത എല്ലാ നടപടികളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ ഡാറ്റയുടെ സുരക്ഷിതത്വത്തിൽ കോടതിക്ക് ആശങ്കയുണ്ട് എന്ന് പറയുന്നു. ഇത് സർക്കാരിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാനോ പറയുന്നതല്ല. പക്ഷേ ഡാറ്റയുടെ സുരക്ഷിതത്വത്തിൽ നമുക്ക് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞ കോടതി കോവിഡിനെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അവിടെയാണ് ആ ഒരു സംശയം കോടതി ഉന്നയിച്ചപ്പോഴാണ് അഡ്വക്കേറ്റ് നാപ്പിനായി എന്ന വനിതയെ, അതായത് അവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയ വളരെ പ്രധാനപ്പെട്ട സൈബർ കേസുകളിലൊക്കെ വാദിക്കാനെത്തുന്ന സൈബർ ലോ പ്രൊഫഷണലിസ്റ്റാണ്, അവർ കാര്യങ്ങൾക്ക് സംശയ ദൂരീകരണത്തിന് എത്തിയത്. അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ കരാർ കൃത്യമായും ഇന്ത്യയിലെ IT നിയമം അനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കരാറാണ്. ഇതിലെ ഡാറ്റയുടെ പൂർണ്ണമായ കസ്റ്റോഡിയൻ അത് എല്ലാ സമയത്തും സർക്കാർ തന്നെയായിരിക്കും. 6 മാസത്തേക്കാണ് കരാർ എഴുതിയിരിക്കുന്നത്. 6 മാസത്തിന് ശേഷം പൂർണ്ണമായും ഈ ഡാറ്റ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സംരക്ഷണയിലേക്ക് വരും. ഈ ഡാറ്റ എല്ലായ്പ്പോഴും ഇന്ത്യയിലെ AWS സെർവറുകളിൽ മാത്രമായിരിക്കും സൂക്ഷിക്കുക. അതിൻ്റെ പൂർണ്ണ കസ്റ്റോഡിയൻ സർക്കാർ തന്നെയായിരിക്കും. അപ്പോൾ കോടതി ഉന്നയിച്ച ചോദ്യം, ഇവിടെ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു, അവർക്ക് ഇതിനുള്ള സംവിധാനമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് അവരെ കൺസൾട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് സ്ഥാപനങ്ങളുമായി സംസാരിച്ചില്ല എന്ന് ചോദിക്കുന്നു.
ഉന്നയിക്കുന്നു. അപ്പോൾ നാപ്പിനായി പറഞ്ഞു ഇത് വളരെ വേഗത്തിൽ ആക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്, അസാധാരണമായ സാഹചര്യമാണ്, നമുക്കതിനെതിരെ കൃത്യമായ വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തു പോകേണ്ടി വരും. അപ്പോൾ ഏറ്റവും ആധുനികമായ ഒരു സംവിധാനം എന്ന നിലയിൽ മുൻപിൽ അറിയാവുന്ന സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ചോദിച്ചു ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയെക്കുറിച്ച് മറ്റുള്ള കമ്പനികളുമായി നിങ്ങൾ സഹകരണം തേടിയിരുന്നോ, അത് അല്ലെങ്കിൽ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് മാത്രം എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 2018 ഒരു ആഗോള സംഗമം നടന്നിരുന്നു, ഗ്ലോബൽ സമ്മിറ്റ് നടന്നിരുന്നു. അന്നേരം ആ സമ്മിറ്റിലൊക്കെ സ്പ്രിംഗ്ലർ എന്ന ഈ കമ്പനി ഒരു എത്തുകയും അവരുടെ ഇത്തരത്തിലുള്ള ഈ കഴിവുകൾ അവർ ധരിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ മേഖലയിൽ. അന്ന് മുതൽ തന്നെ സർക്കാർ, അതായത് വിവിധ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂടെ തന്നെ സ്പ്രിംഗ്ലറുമായും ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ആ ഒരു ഇതിലുള്ള കഴിവ് ബോധ്യപ്പെടുകയും വളരെ വേഗത്തിൽ അവരിലേക്ക് ഇത് എത്തുകയുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കോടതി ഉന്നയിച്ചു ഈ ആളുകളുടെ അനുമതി കൂടാതെ ഈ മൂന്നാമത്തെ ഒരു വ്യക്തിക്ക്, മൂന്നാം കക്ഷിക്ക് ഈ ഡാറ്റയുടെ ശേഖരം കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ വ്യക്തമായി സർക്കാർ മറുപടി പറഞ്ഞു, ഈ ഡാറ്റയുടെ ശേഖരം ഒരിക്കലും മൂന്നാം കക്ഷിക്ക് ഒരു ഓണർഷിപ്പായി കൊടുക്കില്ല, അതെപ്പോഴും സർക്കാരിൻ്റെ കസ്റ്റഡിയിൽ തന്നെയായിരിക്കും, ഇന്ത്യയിലെ AWS സെർവറുകൾ തന്നെയായിരിക്കും സൂക്ഷിക്കുക. 6 മാസത്തെ കരാർ തീരുമ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ പൂർണ്ണ നിയന്ത്രണം സർക്കാരിനായിരിക്കും, അങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നും പറയുകയും ചെയ്യുന്നു. അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ സ്പ്രിംഗ്ലറിനെ കുറിച്ച് സ്പ്രിംഗ്ലറിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് കോടതിയെ ധരിപ്പിച്ചില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഈ കോവിഡ് കാലത്ത് ഉദ്യോഗസ്ഥരുടെ ഒക്കെ കുറവുണ്ട് സർക്കാർ ഓഫീസുകളിലെല്ലാം. അപ്പോൾ സ്വാഭാവികമായും ഈ കഴിഞ്ഞ ദിവസം വളരെ വേഗത്തിൽ ഒരു സത്യവാങ്മൂലം നൽകാൻ അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ പറഞ്ഞതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് വിശദീകരണമായി സമർപ്പിച്ചിരിക്കുന്നത്. ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടന്നിട്ടില്ലായിരുന്നു. വരും ദിവസങ്ങളിൽ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുടെ വിശദാംശങ്ങൾ തന്നെ ഒരു വിശദീകരണ കുറിപ്പായി സമർപ്പിക്കാമെന്ന് പറയുകയുമുണ്ടായി. എന്തായാലും അതിൽ ഒരു മറുപടി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഈ പിന്നീട് വന്നത് നിയമവകുപ്പിന്റെ അഭിപ്രായം എന്തുകൊണ്ട് തേടിയില്ല എന്ന് ജസ്റ്റിസ് TR രവി ഉന്നയിച്ച ചോദ്യം, ഈ ബെഞ്ചിലെ മറ്റൊരു ജഡ്ജാണ് അദ്ദേഹം ഉന്നയിച്ച ചോദ്യം. അപ്പോൾ പറഞ്ഞു, അതായത് സർക്കാരിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ്, സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്ന റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം നിയമവകുപ്പ് 15,000 രൂപയ്ക്ക് താഴെയുള്ള കരാറുകളാണെങ്കിൽ നിയമവകുപ്പിൻ്റെ അനുവാദം തേടേണ്ട സാഹചര്യമില്ല. അത് ഏത് വകുപ്പിൻ്റെ തലവനായ ഉദ്യോഗസ്ഥന് ചെയ്യാവുന്ന കാര്യങ്ങളാണ് 15,000 രൂപയ്ക്ക് താഴെയുള്ള പർച്ചേസിംഗ് ഓർഡറുകൾ. ഇവിടെ ഈ സ്പ്രിംഗ്ലർ കരാർ എന്ന് പറയുന്നത് തീർത്തും സൗജന്യമായ ഒരു കരാറാണ്. അതുകൊണ്ട് തന്നെ അത് നിയമവകുപ്പിൻ്റെയോ മന്ത്രിസഭാ യോഗത്തിൻ്റെയോ ഒന്നും അനുമതി തേടേണ്ട ആവശ്യമില്ല. അപ്പോൾ കോടതി ജസ്റ്റിസ് രവി അടുത്ത സംശയം ഉന്നയിച്ചു, ഈ കരാർ തെറ്റാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ കഴിയും? അപ്പോൾ വീണ്ടും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് ഈ റൂൾസ് ഓഫ് ബിസിനസ് പ്രകാരം ഇതിന് നിയമവകുപ്പിൻ്റെ അനുമതി തേടേണ്ട കാര്യം വരുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കരാർ തെറ്റാവുകയുമില്ല. മാത്രമല്ല ഇന്ത്യയുടെ IT നിയമത്തിൻ്റെ പൂർണ്ണമായ പരിധിയിൽ തന്നെ ആയിരിക്കും ഈ ഒരു കരാർ വരിക. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകൾ ഇതിനെക്കുറിച്ച് ആവശ്യപ്പെടേണ്ട സാഹചര്യമില്ല. ഇതിനിടയ്ക്ക് കോടതി പറഞ്ഞു, സർക്കാരിനെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കാനോ അല്ല ഈ കാര്യങ്ങൾ ചോദിക്കുന്നത്, ഇത് അറിയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, കാരണം ഇത് പൗരൻ്റെ ഡാറ്റയെ സംബന്ധിച്ച പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്ന് പറഞ്ഞ കോടതി ഒരു കാര്യം പറയുകയുണ്ടായി, നിർബന്ധിച്ച് ഡാറ്റ കളക്ട് ചെയ്തു എന്നൊരു പരാതി ഇതുവരെയും ഒരിടത്തു നിന്നും ഉയർന്നു വന്നിട്ടുമില്ല എന്ന് കോടതിയും ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇതിൻ്റെ മറ്റ് നിയമവശങ്ങളൊക്കെ നാപ്പിനായി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിശദമായി നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് ആനന്ദ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഒരു വശത്ത് സർക്കാരിൻ്റെ ഈ കരാറിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ കരാറിനെ വിമർശിക്കാനോ കോടതി തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. മറുവശത്ത് വ്യക്തികളുടെ ഡാറ്റാ സംരക്ഷണം അല്ലെങ്കിൽ വ്യക്തികളുടെ വിവരശേഖരണം, അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആശങ്കയും കോടതി ഉന്നയിക്കുന്നുണ്ട്. ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ കോടതിയിലെ വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കോടതി ഒരു നിലയിൽ നിൽക്കുന്നു, ഞങ്ങൾ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നു, സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ വ്യക്തികളുടെയും പൗരന്മാരുടെ വിവരശേഖരണത്തിൽ അല്ലെങ്കിൽ അവരുടെ വിവരത്തിൻ്റെ സംരക്ഷണയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് ഞങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യുന്നു. ഈ നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇന്ന് വരെ അതിനിടയ്ക്ക് കോടതി മറ്റൊരു ചോദ്യം ചോദിച്ചു, ഇന്ന് വരെ കരാർ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള ക്ലൗഡ് സെൻറ്ററിൽ തന്നെയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇത് അവിടെ നിന്ന് പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഡാറ്റ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡാറ്റ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്താൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുമെന്നും
കോടതിയിൽ സർക്കാർ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ്ലർ ഈ ഡാറ്റ ദുരുപയോഗം ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. 6 മാസത്തേക്കാണ് ഈ കരാറെന്നും അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇത് സൗജന്യമായ കരാറാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കി. ആനന്ദ്, ഇതുവരെയുള്ള വാദവേളയിൽ വളരെ വ്യക്തമാണ് മനു. എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ആദ്യഘട്ടം മുതലുള്ള കോടതിയുടെ ചോദ്യങ്ങളും സർക്കാരിൻ്റെ മറുപടികളും എല്ലാം മനു ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചു കഴിഞ്ഞു. ഏതായാലും കോവിഡ് അസാധാരണമായൊരു കാലമാണ്. അതുപോലെ സമീപകാലത്ത് ഏറ്റവും അസാധാരണമായൊരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിൻ്റെ പരമോന്നത കോടതി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സർക്കാർ കോവിഡ് പ്രതിരോധവുമായി സ്വീകരിച്ച എല്ലാ നിലപാടുകൾക്കും പിന്തുണയും സർക്കാരിനൊപ്പമാണ് എന്ന് പറയുന്ന കോടതി അതേ ഘട്ടത്തിൽ തന്നെ ഡേറ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിരന്തരം സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ കാര്യങ്ങളിലുള്ള നിരന്തരമായ വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ഒരു പക്ഷേ സമീപകാലത്ത് നമ്മുടെ ഹൈക്കോടതിയിൽ ഉണ്ടായ വളരെ വ്യത്യസ്തമായൊരു കേസും അതിൻ്റെ വാദപ്രതിവാദവുമായി സ്പ്രിംഗ്ലർ വിഷയം മാറും എന്ന് പോലും നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. മനു, ദയവായി നമ്മളോടൊപ്പം തുടരുക. സ്പ്രിംഗ്ലർ ഇപ്പോൾ തലനാരിഴ കീറി മുറിച്ച് ഹൈക്കോടതിയിൽ പരിശോധന നടക്കുകയാണ്. മനു ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. മനു, നമ്മൾ നേരത്തെ ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞു നിർത്തിയ വളരെ സുപ്രധാനമായ കോടതിയുടെ ഒരു ചോദ്യം എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ എന്നാണ്. സ്പ്രിംഗ്ലർ കാരണം എന്ത് ബെനിഫിറ്റ്സ് ആണ് കേരളത്തിനുണ്ടാകുന്നത്? മറ്റ് ഇതിന് സമാനമായ ഏതൊക്കെ കമ്പനികളെ നിങ്ങൾ പരിഗണിച്ചു? അത്തരമൊരു ഗൗരവമുള്ള ചോദ്യം കോടതി സർക്കാരിന് മുന്നിൽ വച്ചു. അതിന് കൃത്യമായൊരു മറുപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ആനന്ദ്, അതായത് നേരത്തെ അല്പസമയം മുമ്പ് കോടതി ഉന്നയിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഈ സ്പ്രിംഗ്ലർ 2018 ആഗോള സമ്മിറ്റ് മുതൽ സ്പ്രിംഗ്ലറുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു. അവിടെ മറ്റു കമ്പനികളൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് പർട്ടിക്കുലർലി സ്പ്രിംഗ്ലറിലേക്ക് മാത്രം നിങ്ങൾ എത്തിയത് എന്ന ചോദ്യത്തിന് ഇപ്പോൾ നാപ്പിനായി അവർ വളരെ കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിരിക്കുകയാണ്. എന്ത് ബെനഫിറ്റ്സ് ആണ് ഈ കരാർ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്, അതെന്താണെന്നുള്ള കാര്യം കൃത്യമായി പറയുന്നു. അതായത് നാപ്പിനായി മെൻഷൻസ് about the benefits which Kerala has achieved through the contract with Springler. അതായത് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുമായുള്ള കോൺട്രാക്ട് കൊണ്ട് കേരളത്തിന് ലഭിക്കുന്ന അച്ചീവ്മെന്റ്സ് അവർ പറയുന്നത് ഇതാണ്: there could be millions of companies who do this. ഇത് ചെയ്യുന്ന നിരവധി കമ്പനികൾ അവിടെ ഉണ്ടായിരുന്നു. We did not have the benefit or time holding or companies. We did not have the benefit of time for holding for companies. നാപ്പിന സബ്മിറ്റ്സ്. അതായത് ഈ നമ്മൾ ഒരുപാട് മറ്റ് ഇത് ചെടിപ്പോകാൻ ഒരുപാട് സമയം നമുക്കില്ലായിരുന്നു. നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഗുണം കിട്ടുന്നതും മികച്ച രീതിയിൽ കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമായ കമ്പനി വേണമായിരുന്നു. വി സ്റ്റാൻഡ് ഇൻ എ സിറ്റുവേഷൻ വെയർ ഡാറ്റ ഈസ് സെക്യൂർ ആൻഡ് ഈസ് ഇൻ എ സ്റ്റോറേജ് മീഡിയം വിച്ച് ഈസ് അക്സെപ്റ്റബിൾ അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെഗുലേഷൻസ്. അതായത് നമ്മൾ ശേഖരിക്കുന്ന ഡാറ്റകൾ സുരക്ഷിതമായിരിക്കണം. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ IT നയത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയിൽ വേണം. ദർ ഈസ് നോ ബേസിസ് ഓഫ് എനി കൺസേൺ. ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളോടൊക്കെ ചേർന്ന് നിന്നത് സ്പ്രിംഗ്ലർ എന്ന സ്ഥാപനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കരാറിൽ നോ കൺസേൺ, ദർ ഈസ് നോ ബേസിസ് ഓഫ് എനി കൺസേൺ. അതായത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരാശങ്കയുടെയും ആവശ്യമില്ല എന്ന് നാപ്പിനായി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണ്ടി കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. അതായത് നമുക്ക് ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ വളരെ ഗുണം കിട്ടുന്നതും നമ്മുടെ വിവര സുരക്ഷയ്ക്ക് അനുയോജ്യമായതുമായ ഒരു സ്ഥാപനമായിരുന്നു വേണ്ടത്. നമ്മൾ മുന്നോട്ട് വച്ച കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഈ സ്പ്രിംഗ്ലർ മാത്രമായിരുന്നു. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ IT നിയമത്തിനും ഒപ്പം തന്നെ വിവരശേഖരണ നിയമങ്ങൾക്കുമൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെയൊക്കെ കീഴിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കമ്പനി ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സ്പ്രിംഗ്ലറിനെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ദർ ഈസ് നോ ബേസിസ് ഫോർ എനി കൺസേൺ ഓഫ് ദിസ് കോൺട്രാക്ട്. അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ട അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട എന്നാണ് നാപ്പിനായി കോടതിക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ വാട്ട് ഈസ് ദ റിയൽ ബേസിസ് ഓഫ് കൺസേൺ, എന്താണ് ഈ ആശങ്കയുടെ അടിസ്ഥാനം? ഡാറ്റ കംപ്ലീറ്റ്ലി വർക്ക്സ് വിത്ത് ദ ഗവൺമെൻറ് വെണ്ടർ കാനോട്ട് റീറ്റെയിൻ ഓർ ഷെയർ ഡാറ്റ. എന്താണ് ഈ ആശങ്കയുടെ അടിസ്ഥാനമെന്ന് ചോദിക്കുകയാണ് ഈ നാപ്പിനായി. ഈ ഡാറ്റകൾ പൂർണ്ണമായും നമ്മുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഇത് ഒരിടത്തും ഇത് ഷെയർ ചെയ്യുന്നില്ല. കാനോട്ട് റീറ്റെയിൻ ഓർ ഷെയർ ഡാറ്റ, ഇത് പുറത്തേക്ക് ഷെയർ ചെയ്യുന്നില്ല. ദർ ഈസ് നോ ബേസിസ് ഫോർ എനി കൺസേൺ എന്ന് അവർ വീണ്ടും പറയുന്നു. നമ്മൾ ഈ ശേഖരിക്കുന്ന ഡാറ്റകൾ മറ്റൊരിടത്തേക്കും ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൈമാറുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുണ്ട് ഈ കരാറിൽ. അതുകൊണ്ട് തന്നെയാണ് സ്പ്രിംഗ്ലർ എന്ന ഈ കമ്പനിയെ തിരഞ്ഞെടുത്തതും. സ്വാഭാവികമായും ഈ കമ്പനിയുടെ കരാറിൽ ആശങ്ക വേണ്ട എന്നും നാപ്പിനായി സബ്മിറ്റ് ചെയ്യുന്നു ബെഞ്ചിന് മുൻപിൽ. ആനന്ദ്, ഏതായാലും വളരെ സവിസ്തരമായ വാദം സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ തുടരുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
സമീപകാലത്ത് കേരളത്തിൻ്റെ പരമോന്നത കോടതിയിൽ ഇത്രയും സവിസ്തരം തലനാരിഴ കീറി മുറിച്ച് ഓരോ കാര്യങ്ങൾ പരിശോധിക്കുന്ന നിലയിലൊരു കേസിൻ്റെ വാദപ്രതിവാദം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. കാരണം കോടതി ഒരേ സമയം പറയുകയാണ് സർക്കാർ ഇക്കാര്യത്തിലെടുത്ത എല്ലാ നടപടികളെയും കോടതി അംഗീകരിക്കുന്നു, കോടതി അതിനൊപ്പമാണ്, കോവിഡ് പ്രതിരോധത്തിൽ രാജ്യത്തിലെ ഏറ്റവും മികച്ച മാതൃക കേരളമാണെന്ന നിലയിൽ ഹൈക്കോടതി തന്നെ ഒരു പിന്തുണ സർക്കാരിനോട് എടുക്കുന്നു. അതേ സമയമാണ് ഈ പ്രതിരോധത്തിനായി സർക്കാർ സമീപിച്ച സ്പ്രിംഗ്ലറിൽ ചില ആശങ്കകൾ കോടതി പറയുന്നത്. അതിൽ കോടതി പിടിവിടുന്നില്ല എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം ഓരോന്നിനും കൃത്യമായ മറുപടി ഈ നിപാനി അടക്കമുള്ള ആളുകൾ നൽകുന്നുണ്ട്. സൈബർ വിദഗ്ധ കൂടിയായ അഭിഭാഷകയാണ് സർക്കാരിന് വേണ്ടി നൽകുന്നു, AG സർക്കാരിന് വേണ്ടി വിശദീകരണം നൽകുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കോടതി വീണ്ടും ചില ആശങ്കകളുമായി കോടതിയിൽ ചോദ്യങ്ങളായി തുടരുകയാണ്. അതിനുള്ള മറുപടികളും വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പ്രിംഗ്ലർ വിഷയം ഹൈക്കോടതിയിൽ ചർച്ച ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങളായി പരിശോധനയിൽ വരുന്നു, ഓരോ ചോദ്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ മറുപടികൾ AIGയും ഒപ്പം അഡ്വക്കേറ്റ് നിപാനിയും കോടതിയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മനു, ഇക്കാര്യത്തിൽ സാധാരണക്കാരെ കൂടി നമുക്ക് പരിഗണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അത് നേരത്തെ മനു തന്ന വിവരങ്ങളിലുള്ളത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ NICയെ എന്തുകൊണ്ട് സമീപിച്ചില്ല എന്ന ചോദ്യമാണ്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ആദ്യം പരിഗണിക്കുന്ന ഒരു ചോദ്യവും ഇതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ സംവിധാനമുള്ളപ്പോൾ കേന്ദ്ര സർക്കാർ ഇതാ പറയുന്നു അവർക്ക് സംവിധാനമുണ്ടെന്ന്, എന്തുകൊണ്ട് അതിനെ പരിഗണിച്ചില്ല, സ്പ്രിംഗ്ലറിലേക്ക് പോയി എന്ന ചോദ്യം ഇത് വളരെ നിർണായകമായി കോടതിയിലും ഉയർന്നതാണ്. ഇതിൻ്റെ കൃത്യമായ മറുപടി നിലപാട് എന്തായിരുന്നു സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത് എന്ന് പറയാമോ ഒരിക്കൽ കൂടി? ആനന്ദ്, ഒരിക്കൽ കൂടി ചോദ്യം ഒന്ന് വ്യക്തമാക്കും. ഞാൻ കോടതിയുടെ മനു നേരത്തെ സൂചിപ്പിച്ച നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ NICയെ സമീപിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നൊരു നിലപാട് കേന്ദ്രം എടുത്തു. ഒരുപക്ഷെ അതിനെ സാധൂകരിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവും എടുത്തു. സാധാരണക്കാർക്ക് ഒരു സംശയം തോന്നിയാൽ തെറ്റു പറയാനാവില്ല. കേന്ദ്രത്തിന് ഈ സംവിധാനം ഉള്ളപ്പോൾ എന്തിന് സ്പ്രിംഗ്ലർ? അതിന് സമാനമായൊരു ചോദ്യം കോടതിയും നിരന്തരമായി ഈ അഡ്വക്കേറ്റ് നിപാനിയയ്ക്കും AIGക്കും മുന്നിൽ ഉയർത്തിയിട്ടുണ്ട്. അവിടെയുള്ള സർക്കാരിൻ്റെ നിലപാടിൻ്റെ വ്യക്തത എത്രമാത്രമാണ്? സർക്കാരിൻ്റെ നിലപാട് എന്താണ്? അത് കൃത്യമായിട്ട് പറയുകയുണ്ടായി ആനന്ദ്. അതായത് വളരെ വേഗത്തിൽ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലൊരു സാഹചര്യത്തിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. നമ്മളൊരു പക്ഷേ ഈ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ NIC നാഷണൽ ഇൻഫർമേഷൻ സെൻറ്റർ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. അതിൻ്റെ വ്യക്തത നമുക്കറിയില്ല എത്രമാത്രമാണെന്ന്. അത് കേന്ദ്രം ഇന്നലെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യമാണ്. അതിലേക്ക് പോയാൽ നമുക്ക് അത് അഡ്വക്കേറ്റ് നിപാനി അത് വളരെ കൃത്യമായി അവർ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സമയക്രമത്തിൽ നടക്കുമോ എന്ന് ഉറപ്പില്ല. നമുക്കിങ്ങനെ അങ്ങനെ ശങ്കിച്ചു നിൽക്കാൻ സമയമില്ല ആനന്ദ്. കാരണം വളരെ വേഗത്തിൽ ആക്ട് ചെയ്ത് പ്രതിവിധിയുമായി മുന്നോട്ട് പോവുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗം. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയി പ്രവർത്തിക്കുന്ന ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് താഴെ നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ വേണം താനും. ഒപ്പം തന്നെ നമ്മുടെ നിലവിലത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ പ്രധാനമായിരിക്കും എന്നുള്ളതും ഇതിലൊരു താല്പര്യം തന്നെയായിരുന്നു. അങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് എത്തിയത്. എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് വളരെ വ്യക്തമായി ഈ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് കോടതിയിൽ മറുപടിയായി ഉത്തരം അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും അഡ്വക്കേറ്റ് നിപാനിയായും അവരും നൽകിയതാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു ആശങ്ക വരുന്ന കാര്യമേ ഇല്ല. എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ? അതായത് അവർ പറയുന്നു നമുക്ക് ഇക്കാര്യത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും എഫിഷ്യൻ്റായ ഒരു സംവിധാനത്തെ തന്നെ വേണം. അതുകൊണ്ട് നമ്മൾ സ്പ്രിംഗ്ലറിലേക്ക് പോകുന്നു. അവർ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. മാത്രമല്ല നമ്മൾ പറയുന്ന എല്ലാ എഗ്രിമെൻറ്റും അവർ അംഗീകരിക്കുകയും ചെയ്തു. അതൊരു മലയാളിയുടെ സ്ഥാപനം കൂടിയാണ്. മാത്രമല്ല സൗജന്യമായിട്ടാണ് അവർ നമുക്ക് സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ വ്യവസ്ഥകൾക്കനുസരിച്ച് കരാറിൽ അവർ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും അതിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇതാണ് സ്പ്രിംഗ്ലറിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം. മറ്റൊന്ന് ഈ NIC അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിന് സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചില നൂലാമാലകൾ സ്വാഭാവികമായും ഉണ്ടാവാം. അത് കുറ്റം പറയുന്നതല്ല, കാരണം അതൊരു സർക്കാർ വിഭാഗമാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം എന്നാണ് ഈ സൈബർ വിദഗ്ധയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും പറഞ്ഞത്. ഈ രണ്ട് ബേസിസുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് എത്തിയത്. അതിൽ ആനന്ദ കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ കരാർ ഇതിൽ ഒരിക്കലും കോടതി വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല, സർക്കാരിനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചതും. ഇന്ന സാധനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ന വ്യക്തമായ
നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കരാറിലേക്ക് പോയത്. അതുതന്നെ നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് സ്പ്രിംഗ്ലറുമായി അല്ലെങ്കിൽ സ്പ്രിംഗ്ലറിൻ്റെ കുറിച്ചും മറ്റുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് വിശദീകരണമായി അല്ലെങ്കിൽ അഫിഡവിറ്റായി നൽകിയില്ല എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതായത് കഴിഞ്ഞ ദിവസമാണ് കോടതി ഈ കേസ് ആദ്യം പരിഗണിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വളരെ വേഗത്തിൽ ഒരു ദിവസത്തിനുള്ളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിച്ച നടപടികളും എന്തുകൊണ്ട് ഇതിലേക്ക് പോയി എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അടങ്ങിയ സത്യവാങ്മൂലം നൽകണമെന്ന്, ഈ ആരോപണങ്ങൾക്ക് മറുപടിയും നൽകണമെന്ന് വ്യക്തമായി പറയുകയുണ്ടായി. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അത് ചെയ്തു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാർ ഓഫീസുകളിലും മറ്റ് ജുഡീഷ്യൽ ഓഫീസുകളിലും ഒക്കെ വർക്ക് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ജീവനക്കാരുടെയൊക്കെ ഒരു ക്രൈസിസ് ഉണ്ട്, കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ആ സത്യവാങ്മൂലം നൽകിയപ്പോൾ ഈ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയെക്കുറിച്ചുള്ള വിശദമായ വിശദീകരണക്കുറിപ്പ് അതിൽ നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു തുടർ സത്യവാങ്മൂലമായി ഈ സ്പ്രിംഗ്ലറിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ് എന്നും ഇതിൻ്റെ ഒരു മറുപടിയായി കോടതിയിൽ സർക്കാർ ധരിപ്പിച്ചിരിക്കുകയാണ്. ആനന്ദ് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം കൃത്യമായ ഉത്തരം അഡ്വക്കേറ്റ് നിപാനിയ അവർ വളരെ വ്യക്തമായി കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും മനു, ഏതായാലും സാധാരണക്കാർക്കിടയിൽ ഇക്കാര്യത്തിൽ ഒരു സംശയം ഉയർത്തിയെടുക്കുന്നതിൽ ഒരു പക്ഷേ പ്രതിപക്ഷം വിജയിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. ആ നിലയിലാണ് കോടതിയിലും ചില കാര്യങ്ങൾ വരുന്നത്. അതിൽ ഒന്നാമത്തേത് മനു ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തികളുടെ ഡേറ്റയെ സംബന്ധിച്ച സുരക്ഷയിൽ വീഴ്ച ഉണ്ടാകുമോ എന്ന ചോദ്യം. അത് ഉണ്ടാകില്ല എന്ന നിലയിൽ കോടതിയെ ധരിപ്പിക്കാൻ ഒരു പക്ഷേ സർക്കാരിന് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ടാകും. എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ എന്ന ചോദ്യം ഉണ്ടായി? അക്കാര്യത്തിലും മനു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിശദമായ കുറച്ചധികം വിവരങ്ങൾ വച്ചുകൊണ്ട് അഡ്വക്കേറ്റ് നിപാനിയ കോടതിയിൽ കാര്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. മനു, അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ചോദ്യം ഉള്ളത്, ഇക്കാര്യത്തിലൊരു പക്ഷപാതപരമായ നിലപാട് അല്ലെങ്കിൽ വ്യക്തി താല്പര്യം സംരക്ഷിക്കുന്ന നിലയിൽ സർക്കാർ ഇടപെട്ടു എന്ന നിലയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു നിരീക്ഷണം വന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെയാണല്ലോ അടുത്തൊരു സംശയം ഉണ്ടാവുക. സ്വാഭാവികമായ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത്, ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് പുറത്ത് ഒരു കമ്പനിയുമായി ഉണ്ടാകുമ്പോൾ ആ കമ്പനിയുടെ മേന്മകൾ, ആ കമ്പനി എത്രമാത്രം നമ്മുടെ പോളിസികൾക്ക് വിധേയമാകുന്നുണ്ട്, ഇന്ത്യൻ നിയമങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്, ഇതെല്ലാം സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാവുക സർക്കാരിന് വ്യക്തി താല്പര്യങ്ങളുണ്ടോ എന്നൊരു ചോദ്യമാണ്. അത്തരമൊരു പരാമർശമോ സംശയമോ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിസ്താരത്തിനിടയിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായോ? ഒരിക്കലുമില്ല ആനന്ദ്. അത്തരത്തിൽ ഒരു സംശയവും കോടതി ഇതുവരെ ചോദിച്ചിട്ടില്ല. കാരണം അത്തരത്തിലൊരു സംശയം കോടതിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കോടതി ഒരിക്കലും പറയില്ലായിരുന്നു ഞങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ തുനിയുന്നില്ല എന്ന് കോടതി ഒരിക്കലും പറയില്ലായിരുന്നു. അത്ര ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിശിതമായി വിമർശിക്കുമായിരുന്നു കോടതി സർക്കാരിനെ. പക്ഷേ ഇവിടെ കോടതി പറഞ്ഞത് ഞങ്ങൾ ഇതിനെ സംശയക്കണ്ണിലൂടെ കാണുന്നില്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് ഡാറ്റ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ സംരക്ഷണയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചും ഈ കരാറിനെക്കുറിച്ചും ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്. അത് ഞങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. ഈ കോവിഡിനെ നേരിടാനുള്ള ഏത് പോരാട്ടത്തിലും സർക്കാർ ഇതുവരെ സ്വീകരിച്ച എല്ലാ നടപടികളോടും അഭിമാനത്തോടെ ചേർന്ന് നിൽക്കുന്നതോടൊപ്പം തന്നെ ഏത് പോരാട്ടത്തിനും കോടതി ഒപ്പമുണ്ട് എന്ന് പറയുന്ന കോടതി ഇതിലെ സംശയങ്ങൾ ദൂരീകരിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ആനന്ദ് പറഞ്ഞപ്പോൾ ഞാനത് വ്യക്തമായി ഓർക്കുക. കുറച്ച് സമയം മുമ്പ് മറ്റു ചില മാധ്യമങ്ങൾ നമ്മൾ കണ്ടിരുന്നു. സർക്കാരിന് വലിയ തിരിച്ചടി എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഈ സംശയങ്ങൾ കോടതി ഉന്നയിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഇതേ ഡേറ്റകൾ തന്നെയാണ് ഈ പറയുന്ന ആളുകളിലേക്കൊക്കെ എത്തുന്നത്. അതിലൊരിടത്തും കോടതി തിരിച്ചടി എന്ന് പറയുന്നില്ല. അതായത് കോടതി വ്യക്തമായി പറയുന്നത് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ട്, ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, ആ കാര്യങ്ങളാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കോടതി പറയുകയുണ്ടായി. അങ്ങനെയെങ്കിൽ മനു, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഈ വിഷയം കോടതിയിൽ വന്നപ്പോൾ കൊടുത്ത വാർത്തകളെല്ലാം ഒരു തരത്തിലും അടിസ്ഥാനമില്ലാത്തതാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് കൂട്ടിച്ചേർക്കേണ്ടി വരുമോ? ആനന്ദ്, അത് നമ്മൾ അന്ന് കണ്ടതാണല്ലോ, സൂചിപ്പിച്ചതുകൊണ്ടാണ്. കാരണം ഇന്നും ആ വാർത്തകൾ നമ്മൾ ഓണെയറിലാണ്, നമുക്ക് ഇപ്പോൾ ലൈവിൽ അത് കാണാൻ കഴിയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രമുഖ മാധ്യമങ്ങളെല്ലാം അതിരൂക്ഷമായി സർക്കാരിനെതിരായ നിലപാടിലേക്ക് ഹൈക്കോടതി പോകുന്നു എന്ന നിലയിലാണ് വാർത്തകൾ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. തീർച്ചയായും ആനന്ദ്, അത് നമ്മൾ അന്ന് കണ്ടതാണല്ലോ. ആ വളരെ വേഗത്തിൽ വലിയ ബ്രേക്കിങ്ങുകളായി സ്ക്രീനിൽ നിറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട വാചകങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്രത്യക്ഷമായത് എന്താണെന്നും എന്തുകൊണ്ടാണെന്നും പിന്നീട് ചിലരൊക്കെ മാപ്പ് പറഞ്ഞതൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായി അതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട ആനന്ദ്, അതങ്ങനെ തന്നെയാണ്, അതങ്ങനെ വരികയും ചെയ്യും. കാരണം നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. വിമർശനങ്ങൾക്കാണ് പ്രാധാന്യമെന്ന്, അല്ലെങ്കിൽ വിമർശനങ്ങൾ വന്നാലാണ് ആളുകളുടെ മുമ്പിലേക്ക് കൂടുതൽ എത്താൻ കഴിയുമെന്നൊരു ചിന്തയുണ്ട്. അതിൻ്റെ പുറത്ത് വരുന്നതായിട്ട് മാത്രം നമ്മൾ അതിനെ കണ്ടാലും മതി. ഏതായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ കോടതി ഇനി അല്പസമയം കഴിയുമ്പോൾ ഈ സംശയങ്ങളൊക്കെ ഉന്നയിച്ച് കോടതി എന്താണ് നിലപാടെടുക്കാൻ പോവുകയെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഇതുവരെയുള്ളൊരു കാര്യങ്ങൾ വെച്ച് ആനന്ദ് തോന്നുന്നില്ല
സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് കോടതി പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അവർ ഉന്നയിച്ച സംശയങ്ങൾ വ്യക്തമായ രീതിയിൽ ചോദിക്കുക മാത്രമാണ് കോടതി ചെയ്തിരിക്കുന്നത്. അതിന് ഇതുവരെയൊക്കെ കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ NIC-യുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് വളരെ വേഗത്തിൽ ആക്ട് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ടാണ് സമയത്തിന് വേണ്ടി നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ അതിലെന്തെങ്കിലും അതെന്താണ് അതിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്, നമുക്കറിയില്ല കോടതി എങ്ങനെ നിലപാടെടുക്കുമെന്ന കാര്യത്തിൽ. എങ്കിൽ പോലും ഈ സൈബർ വിദഗ്ധയൊക്കെ വന്ന സ്ഥിതിക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഏകദേശം വന്നിട്ടുണ്ട്. ഈ കരാറിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കൺസേണിൻ്റെ ആവശ്യമില്ല എന്നവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആനന്ദ്. അതുകൊണ്ട് തന്നെ ആനന്ദ് ഈ ചോദിച്ച ചോദ്യത്തിന്, അതായത് ഒരു തരത്തിലും ഒരിടത്തും കുറ്റപ്പെടുത്തിയിട്ടില്ല ഈ നിമിഷം വരെ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഇനി അന്തിമ വിധിന്യായം എഴുതുമ്പോൾ കോടതി എന്താണ് പരാമർശിക്കുക എന്ന് നമുക്കറിയില്ല. അസാധാരണമായ സന്ദർഭങ്ങളിൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും എന്നൊക്കെ കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വാദങ്ങളും പ്രതിവാദങ്ങളും നടക്കുകയല്ലേ ആനന്ദ്, അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഒരു വ്യക്തത പൂർണ്ണമായിട്ടും വരും. പക്ഷേ ഏതായാലും വളരെ നിർണായകമാണ് മനു, ഇത്രയും അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ ഹൈക്കോടതി കടന്നുപോയിട്ടൊരു അല്പം ദിവസം ആയിട്ടുണ്ടാകും, സമീപഘട്ടത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഒരു കാര്യം കൂടി എന്നോട് ചേർക്കാനുണ്ട്. ഇനി 2:15 കോടതി ഇതിൻ്റെ പരിഗണനയിലേക്ക് വരിക. ഇടവേളയ്ക്ക് പോയിരിക്കുകയാണ്, ഭക്ഷണത്തിൻ്റെ ഇടവേളയായിരിക്കാം, കോടതി പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2:15 ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായും മനു, ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ച് നിർത്തിയ ഇടത്താണ് ഈ വാർത്തയുടെ എല്ലാ പ്രസക്തിയും ഉള്ളത്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തി താല്പര്യമുള്ളതായ ഒരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ടോ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടോ സർക്കാരിന് വീഴ്ച പറ്റിയെന്നോ തെറ്റുപറ്റിയെന്നോ കോടതി നിരീക്ഷിച്ചിട്ടില്ല. സർക്കാർ ഈ കോവിഡ് പ്രതിരോധ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പമാണ് എന്ന് നിലപാടെടുക്കുകയാണ്. പക്ഷേ നമ്മൾ കാണാതെ പോകരുത്, വാർത്തയുടെ യാഥാർത്ഥ്യം അങ്ങനെ തന്നെ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. ഈ ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട്, വ്യക്തികളുടെ ഡേറ്റകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പക്ഷേ അഡ്വക്കേറ്റ് നിപാനിയ സൈബർ വിദഗ്ധയാണ്, സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുണ്ട്. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും സർക്കാരിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും സർക്കാർ കൃത്യമായ മറുപടി നൽകുന്നു. ഇന്ത്യൻ IT ആക്ടിന് കീഴിൽ വരുന്ന എല്ലാ നിയമവും പാലിച്ചുകൊണ്ടാണ് ഈ കരാറിലേക്ക് പോയിരിക്കുന്നത്. കരാർ ലംഘനമുണ്ടായാൽ ഏതൊരു മലയാളിക്കും ഇവിടുത്തെ കോടതികളെ തന്നെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വളരെ നിർണായകമായ ലോ പോയിന്റിലേക്ക് കൂടി കാര്യങ്ങൾ സർക്കാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നതിനെ സംബന്ധിച്ച് നമുക്കിപ്പോഴും വ്യക്തതയില്ല. സ്പ്രിംഗ്ലർ ഇടപാടിൽ വളരെ സുദീർഘമായൊരു വാദം ഹൈക്കോടതിയിൽ നടന്നിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതിനെല്ലാം ഓരോ ചോദ്യത്തിനായുള്ള മറുപടികൾ സൈബർ വിഭാഗവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വേണ്ടി സൈബർ വിദഗ്ധ, ഈ രാജ്യത്തിന് തന്നെ പ്രശസ്തയായ സൈബർ വിദഗ്ധ അഡ്വക്കേറ്റ് നിപാനിയാണ് സൈബർ സംശയങ്ങൾ കോടതി ഉന്നയിക്കുന്ന സൈബർ നിയമവുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ സർക്കാരിൻ്റെ നിലപാട് അറിയിച്ചത്. ഒപ്പം സർക്കാരിൻ്റെ നിലപാടുകൾ വ്യക്തമായി AAGയും ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. മനുവാണ് ഇതുവരെ നമുക്ക് കോടതിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി സംവദിക്കാൻ കഴിയുന്ന നിലയിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മനു, നമുക്ക് സാധാരണക്കാരൻ്റെ സംശയങ്ങൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാം എന്നുള്ളതുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊപ്പം നമ്മൾ നിൽക്കുന്നില്ല. മറിച്ച് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാകുന്ന സാധാരണയായ ചില ചോദ്യങ്ങൾ, അതിൽ നമ്മൾ വീണ്ടും ഫോക്കസ് ചെയ്യുകയാണ്. പൗരൻ്റെ ഡേറ്റകൾ ഇവിടെ മോഷ്ടിക്കപ്പെടുമോ എന്ന സംശയം. 2:15 നൽകുമെന്നുള്ളത് തന്നെയാണ് സ്പ്രിംഗ്ലറിൽ ഹൈക്കോടതി ഉത്തരവ്. 2:15 2:15 ഉത്തരവ് ഇറക്കും എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വാദപ്രതിവാദങ്ങൾ അവസാനിച്ചിരിക്കുന്നു, കോടതി ഇടവേളയ്ക്കായി പിരിഞ്ഞിരിക്കുന്നു. 2:15 അറിയാൻ കഴിയും സ്പ്രിംഗ്ലർ ഇടപാടിൽ ഹൈക്കോടതി എന്തു പറയും എന്നത്. ഇപ്പോൾ ഏകദേശം 1:53 ആയിരിക്കുന്നു ആനന്ദ്. 18 മിനിറ്റ് 2:15 നമുക്കറിയാൻ കഴിയും എന്താണ് കോടതി, കേരളത്തിൻ്റെ പരമോന്നത കോടതി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് TR രവിയും അധ്യക്ഷനായ ബെഞ്ച്, രണ്ടുപേരുമുള്ള ഡിവിഷൻ ബെഞ്ച് എന്താണ് തീരുമാനമെന്ന് നമുക്ക് 2:15 അറിയാൻ കഴിയുമാണ്. അതായത് മനു, തീർച്ചയായും നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നിർണായകമായ വാർത്തയുടെ നിർണായകമായ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഫലം അറിയാമെന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തന രംഗത്തുള്ള മുഴുവൻ ആളുകൾ അടക്കം ഒരു പക്ഷേ ഇപ്പോൾ ഈ കോടതി നടപടികളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരിക്കും. അതുകൊണ്ട് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനു ഒരിക്കൽ കൂടി ആവർത്തിക്കാമോ കോടതിക്കുള്ളിൽ നടന്ന നിർണായകമായ വാദപ്രതിവാദങ്ങൾ? അതിൽ സാധാരണക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾ നമുക്കറിയാമല്ലോ. പൗരൻ്റെ ഡേറ്റ മോഷ്ടിക്കപ്പെടുമോ? ഇന്ത്യയിലെ സംവിധാനങ്ങളെ എന്തുകൊണ്ട്
സമീപിച്ചില്ല. ഇക്കാര്യങ്ങളിൽ നിയമപ്രകാരമാണോ കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ളത്? LDF സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള പക്ഷപാതമോ വ്യക്തി താല്പര്യമോ ഈ കരാറിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ടോ? അത്തരം ഏതെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെയാണ് സാധാരണക്കാരൻ്റെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ. എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ എന്നൊക്കെയാണ് സംശയങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ പ്രസക്തമായ ചോദ്യങ്ങളും അതിനുള്ള ഗവൺമെൻറ്റിൻ്റെ മറുപടികളും ഒന്ന് പറഞ്ഞാൽ മനു, ആ സമയത്തിൽ നമുക്ക് കോടതി വിധിയിലേക്കും എത്തുമെന്ന് കരുതുന്നു. ആനന്ദ്, ഇതിൽ സാധാരണക്കാരൻ്റെ മുമ്പിലേക്ക് ഈ സംഭവം വരുമ്പോൾ ഇത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവന് സുരക്ഷിതത്വം ലഭിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ വലിയ അഹങ്കാരം പറയുന്നതല്ല എങ്കിൽ പോലും മറ്റുള്ള ഇടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ നേരം വരെ നമുക്ക് പോകാൻ കഴിയുന്നതും. അപ്പോൾ നമ്മുടെ ആളുകളെ സംരക്ഷിക്കാനും അവർക്ക് കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാനും ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് വഷളാകാതെ ഇരിക്കാൻ സാങ്കേതിക സംവിധാനങ്ങളുടെ ആവശ്യകതയും വേണം. അതിനു വേണ്ടിയിട്ടാണ് സ്പ്രിംഗ്ലർ എന്ന ഈ കരാറിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായ ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യം, എന്താണ് ഈ സ്പ്രിംഗ്ലർ കരാർ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഡാറ്റ ഇവരുടെ അടുത്ത് കച്ചവടം നടത്തുമോ, ഡാറ്റ അങ്ങാടിയിൽ കൊണ്ട് വിൽക്കുമോ എന്നുള്ള രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ. അവിടെ ആനന്ദ്, ഡാറ്റ കച്ചവടം ഒന്നും ഇതിനകത്ത് ചെയ്യാൻ കഴിയില്ല. കാരണം ആദ്യം അദ്ദേഹം ഡാറ്റ കച്ചവടം നടത്തും എന്ന് പറഞ്ഞിരുന്നു, പിന്നീട് അദ്ദേഹം തന്നെ മാറ്റി പറഞ്ഞു ഭാവിയിൽ നടത്തിയേക്കാമെന്നാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു. അതായത് കോടതി തന്നെ ചോദിക്കുകയുണ്ടായി, നാളെ എന്തെങ്കിലും നടക്കുമെന്ന് കരുതി ഇന്നേ പേടിച്ചിരിക്കാൻ കഴിയുമോ, അതിന് പറ്റിയ സമയമാണോ ഇതെന്ന് കോടതി തന്നെ ഉന്നയിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് കോടതിയിൽ നടന്ന കാര്യങ്ങളേക്ക് വരാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കോടതിയിൽ ഇന്ന് ഉന്നയിക്കപ്പെട്ടത്. കോടതി തുടങ്ങിയത് ഇങ്ങനെയാണ്. അതായത് ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളോടും ഞങ്ങൾ ചേർന്ന് നിൽക്കുകയാണ്. വലിയ തോതിലുള്ള വിവരശേഖരണം ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം. കാരണം ലോകവും നമ്മളും രാജ്യവും ഒക്കെ കടന്നു പോകുന്നത് ഏറ്റവും അസാധാരണമായ സാഹചര്യത്തിൽ കൂടി തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ വേണ്ടി വന്നേക്കാം. അതിനുശേഷം കോടതിയിൽ പ്രതിപക്ഷത്തിൻ്റെ ആദ്യം ആസഫ് അലിയാണ് പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ്. അദ്ദേഹം നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് ഹാജരായത്. അപ്പോൾ അദ്ദേഹം ചില വാദങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ഈ കരാറിലാണോ ആശങ്ക അതോ വ്യക്തികളുടെ വിവരങ്ങൾ ചോരുന്നതിലാണോ ആശങ്ക? അപ്പോൾ അവർ അതിന് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് രണ്ടിലും ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ കരാറിൽ എന്തെങ്കിലും വിവരങ്ങൾ ചോർന്നതായിട്ട് അറിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊരു വ്യക്തമായ ഉത്തരവുണ്ടായില്ല. അന്നേരമാണ് കോടതി ചോദിച്ചത്, നാളെ ഇതുവരെ കരാറിൽ എന്തെങ്കിലും നടന്നതായിട്ട് അറിയില്ല, അപ്പോൾ നാളെ ഒരു ചോർച്ച ഉണ്ടാകുമോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന് നമുക്ക് ഈ നിമിഷം പേടിച്ചിരിക്കാൻ കഴിയുമോ എന്ന് കോടതി ചോദിക്കുന്നു. അതിനുശേഷം കോടതി സർക്കാരിനോട് പറഞ്ഞു, ഞങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തുകയോ സർക്കാരിനെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഡാറ്റ എന്ന് പറയുന്നത്, പൗരൻ്റെ വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപിടിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഞങ്ങൾക്ക് കൺസേൺ ഉണ്ട്, ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്താണ് എന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി നൽകണം എന്ന് പറഞ്ഞു. അപ്പോൾ സർക്കാരിനോട് കോടതി നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്പ്രിംഗ്ലർ എന്ന, അപ്പോഴാണ് സർക്കാർ പറഞ്ഞത് നാപ്പിനായി എന്ന അതിപ്രശസ്തയായ ഒരു സൈബർ അഭിഭാഷക കൂടി ഞങ്ങളുടെ സഹായത്തിനുണ്ട്, അവർ കൂടി വ്യക്തമായ മറുപടി നൽകുമെന്ന് പറഞ്ഞത്. അപ്പോൾ കോടതി അത് സമ്മതിച്ചു. ആ അഭിഭാഷക പറഞ്ഞു, നിയമ സെക്രട്ടറി പറഞ്ഞിട്ടാണ് ഞാൻ എത്തുന്നത്, ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായും വിശദീകരിക്കാം, എന്നോടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയും ചെയ്യാമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ആദ്യമായി കോടതി ചോദിച്ചത്, എന്തുകൊണ്ടാണ് സ്പ്രിംഗ്ലർ എന്ന കരാറിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് പോയതെന്ന് ചോദിച്ചു. അപ്പോൾ സർക്കാർ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഒപ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ചോദിച്ചു, കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടല്ലോ, NIC, അതായത് കേന്ദ്രത്തിൻ്റെ IT സംവിധാനം, അവർക്ക് ഇത്രയധികം ഡാറ്റകൾ ശേഖരിക്കാനുള്ള സംവിധാനമുണ്ട്, അവരോട് ഒരു ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു സാധ്യതയോ തേടിയിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ സർക്കാർ അതുപോലെ നാപ്പിനായി പറഞ്ഞു, അതായത് ഇവിടെ ടൈമില്ല, നമുക്ക് ആക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നിമിഷം പോലും നമുക്ക് പാഴാക്കാൻ കഴിയില്ല. മനു ഒരു നിമിഷം ഒന്ന് ഇടപെടുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. വളരെ നിർണായകമായ കാര്യങ്ങളാണ് മനു നൽകിക്കൊണ്ടിരിക്കുന്നത്. അതായത് സാധാരണക്കാരനെ സംബന്ധിച്ച് സ്പ്രിംഗ്ലറിൽ കോടതിയിലുണ്ടായ നിർണായകമായ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യങ്ങളും സംശയങ്ങളും എന്താണ്, ഇതിൽ സർക്കാരിൻ്റെ കൃത്യമായ നിലപാട് എന്തൊക്കെയാണ് എന്നാണ് മനു ഇവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പോയിന്റിൽ തന്നെ നമുക്ക് തുടരാം. സ്പ്രിംഗ്ലർ ഇടപാടിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പറയാനോ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ തയ്യാറല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ 2:15 അന്തിമ വിധി വരാനിരിക്കുകയാണ്. മനു നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മനു, എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ, എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ആശ്രയിച്ചില്ല,
എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സാധാരണക്കാർക്കിടയിലുള്ളത്. പൗരന്റെ ഡേറ്റ നഷ്ടപ്പെടുമോ? LDF സർക്കാരിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും പക്ഷപാതപരമായ വ്യക്തി താല്പര്യങ്ങളുണ്ടോ? ഇതൊക്കെയാണ് സാധാരണക്കാരുടെ ഇടയിൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനോടകം. അതൊരു സാധാരണക്കാരൻ്റെ ആശങ്കയായി അവർക്ക് നന്നായി ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ നേർചിത്രമായി ചില കാര്യങ്ങൾ കോടതി തന്നെ സർക്കാരിനോട് ചോദിക്കുന്നു. പക്ഷേ കോടതിക്ക് മുന്നിൽ സർക്കാരിന് ഇതിനെല്ലാം മറുപടികളുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് മനു നേരത്തെ നൽകിക്കൊണ്ടിരുന്ന വിവരങ്ങൾ. അതിനിടയിൽ ഇടപെടേണ്ടി വന്നതാണ്. തുടരാം. തീർച്ചയായും ആനന്ദ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ട് NIC കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തെ സമീപിച്ചില്ല, എന്തുകൊണ്ട് സ്പ്രിംഗ്ലറിലേക്ക് പോയി എന്ന് കോടതി ചോദിച്ചെടുത്താണ്. അവിടെയാണ് നാപ്പിനായി എന്ന സൈബർ അഭിഭാഷക വരികയും അവർ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തത്. നമ്മുടെ മുൻപിൽ സമയമുണ്ടായിരുന്നില്ല, എത്രയും വേഗത്തിൽ കാര്യങ്ങളിൽ ആക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ സ്വാഭാവികമായും അതായത് ഒരു സർക്കാർ ഇടപാടുകൾ വരുമ്പോൾ അതിന് സമയം, എഴുത്തുകുത്ത്, നൂലാമാല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിനൊന്നും നമുക്ക് നേരമില്ല. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഇടത്തേക്ക് നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ കോടതി സംശയം ഉന്നയിച്ചു, എന്തുകൊണ്ടാണ് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് മാത്രം നിങ്ങൾ പോയത്? നിങ്ങൾ ഇന്ത്യയിലെ മറ്റേതെങ്കിലും കമ്പനികളുമായി കൺസൾട്ട് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ട്? ഈ സ്പ്രിംഗ്ലറിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ്. അദ്ദേഹം പറഞ്ഞു, 2018 കേരളത്തിൽ നടന്ന ഗ്ലോബൽ സമ്മിറ്റ് മുതൽ, കോൺക്ലേവ് മുതൽ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുമായി വലിയ ആശയവിനിമയങ്ങൾ കേരളത്തിൻ്റെ സൈബർ രംഗത്ത് വിവിധ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് വിവിധ IT കമ്പനികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ IT മേഖലയിൽ അതിൻ്റെ കുതിപ്പ് നമുക്ക് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ സാങ്കേതിക സംവിധാനം നിലവിൽ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്ന് സ്പ്രിംഗ്ലറാണ്. അതുകൊണ്ടാണ് സ്പ്രിംഗ്ലറിലേക്ക് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി മറ്റൊരു സംശയം ഉന്നയിച്ചു, ഈ സ്പ്രിംഗ്ലറിലേക്ക് മാത്രം പോയത് എന്തുകൊണ്ടാണ്, പർട്ടിക്കുലർലി പോയത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം കോടതി വീണ്ടും ഉന്നയിച്ചു. അപ്പോൾ പറഞ്ഞത്, നമുക്ക് മറ്റ് കമ്പനികളെ സ്പ്രിംഗ്ലർ ഇടപാടിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് പറയാനോ സർക്കാരിനെ കുറ്റപ്പെടുത്താനോ തയ്യാറല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു. പക്ഷേ 2:15 അന്തിമ വിധി വരാനിരിക്കുകയാണ്. മനു നമ്മളോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മനു, എന്തുകൊണ്ട് സ്പ്രിംഗ്ലർ, എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ ആശ്രയിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് സാധാരണക്കാർക്കിടയിലുള്ളത്. പൗരന്റെ ഡേറ്റ നഷ്ടപ്പെടുമോ? LDF സർക്കാരിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും പക്ഷപാതപരമായ വ്യക്തി താല്പര്യങ്ങളുണ്ടോ? ഇതൊക്കെയാണ് സാധാരണക്കാരുടെ ഇടയിൽ ഒരു പക്ഷേ പ്രതിപക്ഷത്തിന് ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനോടകം. അതൊരു സാധാരണക്കാരൻ്റെ ആശങ്കയായി അവർക്ക് നന്നായി ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ നേർചിത്രമായി ചില കാര്യങ്ങൾ കോടതി തന്നെ സർക്കാരിനോട് ചോദിക്കുന്നു. പക്ഷേ കോടതിക്ക് മുന്നിൽ സർക്കാരിന് ഇതിനെല്ലാം മറുപടികളുണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് മനു നേരത്തെ നൽകിക്കൊണ്ടിരുന്ന വിവരങ്ങൾ. അതിനിടയിൽ ഇടപെടേണ്ടി വന്നതാണ്. തുടരാം. തീർച്ചയായും ആനന്ദ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തുകൊണ്ട് NIC കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തെ സമീപിച്ചില്ല, എന്തുകൊണ്ട് സ്പ്രിംഗ്ലറിലേക്ക് പോയി എന്ന് കോടതി ചോദിച്ചെടുത്താണ്. അവിടെയാണ് നാപ്പിനായി എന്ന സൈബർ അഭിഭാഷക വരികയും അവർ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തത്. നമ്മുടെ മുൻപിൽ സമയമുണ്ടായിരുന്നില്ല, എത്രയും വേഗത്തിൽ കാര്യങ്ങളിൽ ആക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ വരുമ്പോൾ സ്വാഭാവികമായും അതായത് ഒരു സർക്കാർ ഇടപാടുകൾ വരുമ്പോൾ അതിന് സമയം, എഴുത്തുകുത്ത്, നൂലാമാല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിനൊന്നും നമുക്ക് നേരമില്ല. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഇടത്തേക്ക് നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കരാറിലേക്ക് നമ്മൾ പോയത്. അപ്പോൾ കോടതി സംശയം ഉന്നയിച്ചു, എന്തുകൊണ്ടാണ് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് മാത്രം നിങ്ങൾ പോയത്? നിങ്ങൾ ഇന്ത്യയിലെ മറ്റേതെങ്കിലും കമ്പനികളുമായി കൺസൾട്ട് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ട്? ഈ സ്പ്രിംഗ്ലറിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലാണ്. അദ്ദേഹം പറഞ്ഞു, 2018 കേരളത്തിൽ നടന്ന ഗ്ലോബൽ സമ്മിറ്റ് മുതൽ, കോൺക്ലേവ് മുതൽ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയുമായി വലിയ ആശയവിനിമയങ്ങൾ കേരളത്തിൻ്റെ സൈബർ രംഗത്ത് വിവിധ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് വിവിധ IT കമ്പനികളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ IT മേഖലയിൽ അതിൻ്റെ കുതിപ്പ് നമുക്ക് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ സാങ്കേതിക സംവിധാനം നിലവിൽ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊന്ന് സ്പ്രിംഗ്ലറാണ്. അതുകൊണ്ടാണ് സ്പ്രിംഗ്ലറിലേക്ക് പോയത് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി മറ്റൊരു സംശയം ഉന്നയിച്ചു, ഈ സ്പ്രിംഗ്ലറിലേക്ക് മാത്രം പോയത് എന്തുകൊണ്ടാണ്, പർട്ടിക്കുലർലി പോയത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം കോടതി വീണ്ടും ഉന്നയിച്ചു. അപ്പോൾ പറഞ്ഞത്, നമുക്ക് മറ്റ് കമ്പനികൾ, അവിടെ കുറച്ച് കമ്പനികൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഒരുപാട് സമയമില്ല. ഈ സമയത്തിനുള്ളിൽ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ IT നിയമത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതികൾക്കും അനുസരിച്ച് നിയമവിധേയമായി നിൽക്കുന്ന ഒരു കമ്പനി വേണം. നമ്മുടെ സംവിധാനങ്ങൾ, നമ്മൾ പറയുന്ന
കാര്യങ്ങൾ ഉറപ്പിക്കാൻ കഴിയുന്ന വിശ്വാസ്യതയുള്ള ഒരു കമ്പനി വേണം. ഇതെല്ലാം സ്പ്രിംഗ്ലർ എന്ന് പറയുന്ന ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ IT നിയമത്തിന്റെ പരിധിയിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഈ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ASW സെർവറുകളിൽ തന്നെയാണ് ഈ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കസ്റ്റോഡിയൻ എല്ലാ സമയത്തും സംസ്ഥാന സർക്കാർ തന്നെയായിരിക്കും. മാത്രമല്ല 6 മാസത്തേക്കാണ് ഈ കരാർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡാറ്റയുടെ ഓണർഷിപ്പ് ഒരു ഘട്ടത്തിലും മൂന്നാമതൊരു കക്ഷിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ മൂന്നാമതൊരു കക്ഷിക്ക് വിവരം നൽകുന്നത് തെറ്റല്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തി വരുന്നില്ല. ഇത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുന്നിൽ തന്നെ നമ്മുടെ നിരീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അവർ. അപ്പോൾ കോടതി ഒരു സംശയം ഉന്നയിച്ചു. ഈ കരാറിൽ, അതായത് ഈ നിമിഷം വരെ ഇതിൽ ഡാറ്റ ചോർച്ചയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിന് മറുപടി, നാപ്പിനിയ അതിന് മറുപടി വ്യക്തമായിട്ട് നൽകി. അതായത് ഇതൊക്കെ ഇന്ത്യയുടെ നിരീക്ഷണത്തിലല്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഓണർഷിപ്പിലുള്ള സെർവറുകളിൽ തന്നെയാണ് ഈ വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു വരി പോലും അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഷെയർ ചെയ്യുകയോ പുറത്തു പോവുകയോ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് അങ്ങനെ ഉണ്ടാവുകയുമില്ല. കാരണം അത് ആ കരാറിൽ വ്യക്തമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കോടതി ചോദിച്ചു, ന്യൂയോർക്ക് കോടതിയുടെ പരിധിയിലാണോ കേസെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല, ഇന്ത്യൻ കോടതിയുടെ പരിധിയിൽ തന്നെയാണ്. ഇങ്ങനെ കരാർ വരുമ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും കേസ് ഉണ്ടായാൽ അത് ക്രിമിനൽ കേസുകളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഇന്ത്യൻ കോടതിയുടെ പരിധിയിൽ മാത്രമാണ് നിൽക്കുക. എന്തെങ്കിലും സിവിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അത് ന്യൂയോർക്കിലെ ജൂറിസ്ഡിക്ഷനിലേക്ക് പോവുക. ഈ കരാറിൽ അത്തരത്തിലൊരു സംഗതികൾ ഉണ്ടാകുന്നില്ല. മറ്റൊരു ചോദ്യം പ്രധാനമായും കോടതി ഉന്നയിച്ചത്, ശരി അത് സമ്മതിക്കുന്നു, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ കരാർ നിങ്ങൾ നിയമവകുപ്പിൻ്റെയോ ഒന്നും കൺസൾട്ടൻസി അല്ലെങ്കിൽ അവരോട് കൺസൾട്ട് ചെയ്യാതെ നേരിട്ട് എടുത്തു എന്ന് ചോദിച്ചു. അതിന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. അതായത് സംസ്ഥാനത്തിൻ്റെ ദൈനംദിന പ്രവർത്തികൾ റൂൾസ് ഓഫ് ബിസിനസിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രിക്കുന്നത്. ഈ റൂൾസ് ഓഫ് ബിസിനസ്സിൽ 166 ക്ലോസ് 2 ഉണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പർച്ചേസിംഗ് ഓർഡർ അത് 15,000 രൂപയിൽ താഴെയാണെങ്കിൽ അത് വകുപ്പ് മേധാവിക്ക് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്, അനുവാദമുണ്ട്. ഇവിടെ ഈ സ്പ്രിംഗ്ലർ സേവനം എന്ന് പറയുന്നത് തീർത്തും സൗജന്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത് നിയമവകുപ്പിൻ്റെ ശുപാർശയ്ക്കോ അല്ലെങ്കിൽ നിയമവകുപ്പിൻ്റെ പരിഗണനയ്ക്കോ ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. അപ്പോൾ കോടതി ചോദിച്ച മറ്റൊരു കാര്യം ഉന്നയിച്ചത്, നിങ്ങൾ നിയമവകുപ്പിൻ്റെ പരിഗണനയ്ക്ക് വിട്ടില്ല, അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വ്യക്തമായ മറുപടിയുണ്ട്. ഈ കരാറിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലോസുകളായി എഴുതി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കരാർ എഗ്രി ചെയ്താണ് നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നവും വരുന്നില്ല. ഇതിൽ റൂൾസ് ഓഫ് ബിസിനസ് ലംഘിക്കുന്ന പ്രശ്നവും വരുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 15,000 രൂപയുടെ താഴെയുള്ള ഓർഡറുകളൊക്കെ കൈകാര്യം ചെയ്യാൻ ഉള്ള ഉത്തരവ് ഇതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 6 മാസത്തിന് ശേഷം പൂർണ്ണമായും ഈ ഡാറ്റകളുടെ ഓണർഷിപ്പ് സംസ്ഥാന സർക്കാരിലേക്ക് തന്നെ അണ്ടറിലേക്ക് തന്നെ പൂർണ്ണമായി എത്തും. അതുകൊണ്ട് തന്നെ ഡാറ്റ പുറത്തു പോകുന്നു എന്നതിനെക്കുറിച്ചും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ സ്പ്രിംഗ്ലറിനെ തിരഞ്ഞെടുത്ത് സമ്മതിച്ചു, എന്താണ് സ്പ്രിംഗ്ലർ എന്ന കമ്പനിയിലേക്ക് എത്തുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചപ്പോൾ അതിന് നാപ്പിനിയ പറഞ്ഞ മറുപടികൾ ഇങ്ങനെയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗത്തിൽ ഏറ്റവും വേഗത്തിൽ നല്ല കമ്പനിയെ തിരഞ്ഞെടുക്കുക, അത് എക്സ്പീരിയൻസ് ഉള്ള സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുക. മറ്റൊന്ന്, നമ്മുടെ നിയമങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുക. ഒപ്പം തന്നെ നമ്മുടെ ഡാറ്റയോ നമ്മുടെ വിവരങ്ങളോ ഒരിടത്തേക്കും പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളിലായിരുന്നു ഇത്തരത്തിലൊരു കരാറിനെ കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ തന്നെ കൺസേൺ ഉണ്ടായിരുന്നത്. അത് കൃത്യമായി ലഭിച്ചത്, അതിനുള്ള ഉത്തരം ഒരാശങ്കയുമില്ലാതെ ലഭിച്ചത് സ്പ്രിംഗ്ലർ എന്ന സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ സ്പ്രിംഗ്ലർ എന്ന കമ്പനിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇവിടെയാണ് കോടതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. അതായത് ഞങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നത് അറിയാനുള്ള ആവശ്യകത കൊണ്ട് മാത്രമാണ്, ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുത്താനോ സർക്കാരിനെ വിമർശിക്കാനോ അല്ല. ഞങ്ങൾ പൂർണ്ണമായും കോവിഡിനെതിരായ പ്രവർത്തനത്തിൽ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങൾ ഒരിക്കലും സർക്കാരിനെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് അറിയാനുള്ള പൗരന്റെ വിവരം ശേഖരണം സംബന്ധിച്ച കാര്യമാണ്. അത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇതുവരെയും ആരെങ്കിലും നിർബന്ധിച്ച് ഡാറ്റ വാങ്ങി എന്നൊരു പരാതി ഒരിടത്തു നിന്നും ഉയർന്ന് കേട്ടിട്ടുമില്ല എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് ഈ ഇത്രയും സമയം നടന്ന ഒരു പ്രധാനമായ വാദപ്രതിവാദങ്ങളുടെ ചുരുക്കം എന്ന് പറയാവുന്നത്. ആനന്ദ്, തീർച്ചയായും മനു, വ്യക്തമാണ് ഇതുവരെ ഉണ്ടായ കോടതി ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും ഒപ്പം സൈബർ വിദഗ്ധയായ അഡ്വക്കേറ്റ് നിപാനിയും നടത്തിയ വിശദീകരണങ്ങളും, ഇതെല്ലാം ഓരോ ഭാഗമായി മനു ഇവിടെ
വിശദീകരിച്ച് കഴിഞ്ഞു. ഒരു പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ ആവർത്തിക്കുകയാണ്, ഒരു പക്ഷേ പ്രമുഖ മാധ്യമങ്ങളുടെ സംശയമല്ല ഇവിടുത്തെ പ്രധാന പ്രശ്നം, മറിച്ച് സാധാരണക്കാർക്കിടയിൽ ഈ സ്പ്രിംഗ്ലർ കരാറുമായി ഇതുപോലൊരു അസാധാരണ സാഹചര്യത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സംസ്ഥാന സർക്കാർ കരാറിലേക്ക് പോകുമ്പോൾ ഉണ്ടായ ചില സംശയങ്ങൾ, ആ സംശയങ്ങൾ അതുപോലെ ഹൈക്കോടതി ചോദിക്കുകയായിരുന്നു. ഒരു പക്ഷേ സാധാരണക്കാരന് ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ എന്തൊക്കെയാണോ അത് അതുപോലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുള്ള ഓരോന്നിനുമുള്ള മറുപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ മറുപടികളും ആ ചോദ്യങ്ങളുമാണ് മനു ഇവിടെ നമ്മളോട് പങ്കുവച്ചത്. ഇതിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയും.